അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പ്രപഞ്ചം നിരീക്ഷിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ വളരെ നിഷ്പ്രയാസം അവന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഇതിനെ സൃഷ്ടിച്ച, ഇതിനെ സംവിധാനിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. ഇത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫിത്രത്തിൽ അവന് സ്വയമേ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇതൊന്നും തന്നെ ഉണ്ടാവില്ല, ഇതൊന്നും വൃഥാ സൃഷ്ടിക്കപ്പെടില്ല, ഇതിൻ്റെ പിന്നിലൊരു പർപ്പസ് ഉണ്ട് എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായും ഇത് നിഷേധിച്ചുകൊണ്ട്, ഇതിനെ വിമർശിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന് വാദിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ തെളിവ് കൊണ്ടുവരേണ്ടത്. എന്നിരുന്നാലും ദൈവവിശ്വാസത്തിന് ആർഗ്യുമെൻറ്റുകളുടെ, അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്നതിന് ആർഗ്യുമെൻറ്റുകളുടെ ആവശ്യമില്ല എങ്കിലും ദൈവം ഉണ്ട് എന്നതിന് ഒരുപാട് വാദങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം പ്രധാനമായും ദൈവത്തിന് ഉള്ള വാദങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് എ പ്രയോറി ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഓൺടോളജിക്കൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. എ പ്രയോറി ആർഗ്യുമെൻറ്റ്സിൻ്റെ ഒരു സബ്സെക്ഷൻ ആയിട്ടാണ് എ പ്രയോറി ആർഗ്യുമെൻറ്റ്സ് വരുന്നത്. പിന്നെ കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്സ്, പിന്നെ ഉള്ളത് ടെലിയോളജിക്കൽ ആർഗ്യുമെൻറ്റ്സ്. എ പ്രയോറി ആർഗ്യുമെൻറ്റ്സ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ആം ചെയർ തിങ്കിങ്, അഥവാ നമുക്ക് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് നമുക്ക് മനസ്സിലാവും. ലോജിക്കൽ ട്രൂത്ത്സ് പോലെയുള്ള കാര്യങ്ങൾ, ഇപ്പം ഒന്നും കൂട്ടിയാൽ രണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്തെങ്കിലും ഒബ്സർവ് ചെയ്യേണ്ട കാര്യമില്ല. എ പ്രയോറി എന്ന് പറഞ്ഞാൽ തന്നെയാണ് പ്രയർ ടു ഒബ്സർവേഷൻ. കാരണം നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പോൾ ഒന്നും രണ്ടാണ് എന്നറിയാൻ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒബ്സർവ് ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ കോൺട്രഡിക്ഷൻസ് ഉണ്ടാവില്ല. എൻ്റെ ഷർട്ട് ഒരേ സമയം തന്നെ ബ്ലൂവും നോട്ട് ബ്ലൂ ആവുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ബാച്ചിലേഴ്സും അൺമാരിഡ് ആണ് എന്നറിയാൻ ഞാനൊരു ഒബ്സർവേഷൻ നടത്തേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ദൈവം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആം ചെയർ തിങ്കിങ്ങിലൂടെ മനസ്സിലാക്കുന്നതിനെയാണ് എ പ്രിയോറി ആർഗ്യുമെൻറ്റ്സ് വരുന്നത്. അതിലാണ് ഓൺടോളജിക്കൽ ആർഗ്യുമെൻറ്റ്സ് വരുന്നത്. ഗോഡ് ബൈ ഡെഫിനിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതേപോലെ കൺസെപ്ഷ്യലിസം പോലുള്ള ആർഗ്യുമെൻറ്റ്സ്, അഥവാ പ്രപ്പോസിഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രപ്പോസിഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മൈൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മൈൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പ്രപ്പോസിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നെസസറി മൈൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ ഗ്രൗണ്ട് ചെയ്യാൻ ഒരു മൈൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. പിന്നെയുള്ളത് നമ്മൾ ഒബ്സർവേഷനിൽ നിന്ന് ഇൻഫർ ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ്. അതായത് ഈ പ്രപഞ്ചം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ കണ്ടീജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നെസസറി ആയിട്ടുള്ളൊരു ബീയിങ്, ഒരു ഗോഡ് ഉണ്ട് എന്ന് ഇൻഫർ ചെയ്യുന്നതാണ് കണ്ടീജൻസി ആർഗ്യുമെൻറ്റ്സ് പോലെയുള്ള കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്സ് വരുന്നത്. പിന്നെ പ്രപഞ്ചത്തിലെ ചില സ്പെസിഫിക് കാര്യങ്ങൾ, സ്പെസിഫിക് ഡാറ്റ എടുത്തിട്ട് അതിൽ നിന്ന് ഇൻഫർ ചെയ്യുന്നതാണ് ടെലിയോളജിക്കൽ ആർഗ്യുമെൻറ്റ്സ്. ഈ ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിലൊരു പർപ്പസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്ന് ദൈവത്തിനൊരു വില്ലുള്ള ഒരു പർപ്പസുള്ളൊരു ഗോഡുണ്ട് എന്ന് നമുക്ക് ഇൻഫർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. അപ്പം ഇത് വളരെ ഡീറ്റെയിൽ അല്ലാതെ നമ്മൾ വിശദീകരിച്ച് പോകുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ കണ്ടിജൻസി ആർഗ്യുമെൻ്റാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം പോസിബിലിറ്റി നെസസറി എന്ന് പറയുന്ന സംഭവം, അഥവാ ഒരു കാര്യം ഇമ്പോസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ അത് നടക്കുക സാധ്യമല്ല. നെസസറി ആണെന്ന് പറഞ്ഞാൽ നടക്കൽ അനിവാര്യമാണ് എന്നുള്ളത്. ഇപ്പം രണ്ട് രീതിയിൽ, ഇപ്പം ലോജിക്കൽ പോസിബിലിറ്റി അല്ലെങ്കിൽ ലോജിക്കൽ നെസസിറ്റി, അതേപോലെ ലോജിക്കൽ ഇമ്പോസിബിൾ, അതേപോലെ മെറ്റാഫിസിക്കൽ ഇമ്പോസിബിലിറ്റി, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. എന്താണ് ലോജിക്കൽ ഇമ്പോസിബിലിറ്റി? ഇപ്പം ഞാൻ പറയുകയാണ് എൻ്റെ ഷർട്ട് ബ്ലാക്കുമാണ്, നോട്ട് ബ്ലാക്കുമാണ് എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ ഇമ്പോസിബിലിറ്റിയാണ്. കാരണം രണ്ടും പരസ്പരം കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരേ സമയം നിലനിൽക്കുക സാധ്യമല്ല. എൻ്റെ ഷർട്ട് ബ്ലാക്കാണ് വൈറ്റും ആണ് എന്ന് പറയുന്നത് ലോജിക്കൽ ഇമ്പോസിബിലിറ്റി ആണോ? ബ്ലാക്കും ആണ് വൈറ്റും ആണെന്ന് പറയുന്നത് ലോജിക്കൽ ഇമ്പോസിബിലിറ്റി ആണ്. അതേസമയം വേണമെന്നുണ്ടെങ്കിൽ ചില ഇല്യൂഷൻ ഇതൊക്കെ കൊണ്ടുവരാം. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് വൈറ്റായിട്ട് തോന്നുന്നു, ഒരു വ്യക്തിക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നുന്നു, അങ്ങനെയൊക്കെയുള്ള ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവരാമെന്നുണ്ടെങ്കിലും ഒരേ സമയം ബ്ലാക്ക് ആയിട്ടിരിക്കുക, അതായത് ഒരേ ഭാഗം ബ്ലാക്ക് ആയിരിക്കുക. വേണമെങ്കിൽ പറയാം ഒരു സൈഡ് ബ്ലാക്ക് ആണ്, ഒരു സൈഡ് വൈറ്റ് ആണ്, അങ്ങനത്തെ പോസിബിലിറ്റി കൂടെ ഒരുപക്ഷെ പറയാം. അല്ല, എൻറ്റയർലി ബ്ലാക്ക് ആണ്, എൻറ്റയർലി വൈറ്റ് ആണ്, അത് കോൺട്രഡിക്റ്ററി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലൈക്ക് ഇതിന് വിഷയം എന്ന് വെച്ചാൽ ഇപ്പം മെറ്റാഫിസിക്കൽ പോസിബിലിറ്റിയും ലോജിക്കൽ പോസിബിലിറ്റിയും, അല്ലെങ്കിൽ ലോജിക്കൽ ഇമ്പോസിബിലിറ്റിയും മെറ്റാഫിസിക്കൽ ഇമ്പോസിബിലിറ്റിയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന, അത് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു എന്നുള്ള വിഷയത്തിൽ ഇപ്പം മെറ്റാഫിസിക്കൽ ഇമ്പോസിബിലിറ്റിയെ വിളിക്കുന്നത് ബ്രോഡ്
എന്താണ് ബ്രോഡ് ലോജിക്കൽ ഇമ്പോസിബിലിറ്റി എന്നാണ്. ലോജിക്കൽ ഇമ്പോസിബിലിറ്റിയെ വിളിക്കുന്നത് നാരോ ലോജിക്കൽ ഇമ്പോസിബിലിറ്റി എന്നാണ്. അത് ബേസിക്കലി പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ടാണ്. അതായത് ലോജിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ കണ്ടൻറ്റ് അറിയണ്ട, അതിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് തന്നെ എന്താണ് അത് ഇമ്പോസിബിൾ ആണെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഷർട്ട് ബ്ലാക്കും ആണ് നോട്ട് ബ്ലാക്കും ആണ്, ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് എന്നുള്ളിടത്ത് എന്തിട്ടാലും അതെന്താണ് ഇമ്പോസിബിളാണ്. അവിടെ എൻ്റെ ഷർട്ട് എക്സും ആണ് നോട്ട് എക്സും ആണ് എന്ന് പറയുമ്പോൾ അത് എന്താണ് അവിടെ വിഷയം വരുന്നത്. അവിടെ എന്ത് വന്നു കഴിഞ്ഞാലും എക്സ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് അപ്ലിക്കബിൾ ആണ്, അൺലെസ് ഇക്വിക്കേഷൻ ഫാലസി നടത്തരുത്. ഇക്വിക്കേഷൻ ഫാലസി എന്ന് പറഞ്ഞാൽ എൻ്റെ ഷർട്ട് എക്സും ആണ് നോട്ട് എക്സോ എന്ന് പറയുമ്പോൾ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ രണ്ട് സ്ഥലത്തും എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരേ കാര്യമായിരിക്കണം. അതിപ്പോൾ എൻ്റെ ഷർട്ട് ബ്ലാക്കും ആണ്, എൻ്റെ ഷർട്ട് ബ്ലാക്ക് അല്ല എന്ന് പറയുമ്പം ഞാൻ ഈ രണ്ട് ബ്ലാക്ക് കൊണ്ട് ഒരു കാര്യം ഉദ്ദേശിക്കണം. ഓക്കെ, ബ്ലാക്ക് കൊണ്ട് ബ്ലാക്കിന് ഇപ്പോൾ വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ അതായിരിക്കരുത് ഞാൻ ഉദ്ദേശിക്കേണ്ടത്. അപ്പം ഒരേ കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്താണ് അത് ഇമ്പോസിബിൾ ആണ്. അതിന് നിങ്ങൾക്ക് എന്താ ബ്ലാക്ക് എന്ന് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിപ്പോൾ ഹിന്ദി അറിയില്ല ഷാഹുൽ എന്ന് വിചാരിക്കേ, ഇപ്പം ഞാൻ പറയുകയാണ് എൻ്റെ ഷർട്ട് കാലയാണ് നോട്ട് കാലയാണ് എന്ന് പറഞ്ഞാലും അത് ഇമ്പോസിബിൾ ആണെന്ന് കാല എന്താണെന്ന് അറിയാതെ തന്നെ ഷാഹുലിന് മനസ്സിലാവും. ഒറ്റ കാര്യം മനസ്സിലാവുള്ളൂ, രണ്ടിടത്തും വേർഡ് യൂസ് ചെയ്തിരിക്കേണ്ട ഒരേ രീതിയിലായിരിക്കണം എന്ന് മാത്രമേ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ അതേ സമയത്ത് എൻ്റെ ഷർട്ട് ബ്ലാക്കും ആണ് വൈറ്റും ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഷാഹുലിനത് മനസ്സിലാവണമെങ്കിൽ, ഇത് ഇമ്പോസിബിൾ ആണെന്ന് മനസ്സിലാവണമെങ്കിൽ എന്താണ് ബ്ലാക്ക് എന്നും എന്താണ് വൈറ്റ് എന്ന് പറയണം. കാരണം ഈ ബ്ലാക്കും വൈറ്റും എന്താണെന്ന് അറിയാതെ ഷാഹുലിന് ഈ സ്ട്രക്ചറിൽ നിന്ന് മാത്രം അത് മനസ്സിലാവില്ല. കാരണം എനിക്ക് പറയാം എൻ്റെ ഷർട്ട് ബ്ലാക്കും ആണ് കോട്ടനുമാണ്, കോൺട്രഡിക്ഷൻ അല്ല, മനസ്സിലല്ലേ? സെയിം. കാരണം എന്താണ് അവിടെ ഡിഫറെൻറ്റ്, ഈ സ്ട്രക്ചറിൽ നല്ലത് അത് മനസ്സിലാക്കുന്നത്, അതിന് മീനിങ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം വട്ടത്തിലുള്ള ത്രികോണമൊക്കെ തന്നെ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പം ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലോജിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാവും അത് ഇമ്പോസിബിൾ ആണെന്നുള്ളത്. മറ്റേത് നമുക്ക് സ്ട്രക്ചറിൽ മനസ്സിലാവില്ല, അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ ടൈലും വൈറ്റ് ആണെങ്കിൽ ഫ്ലോർ മൊത്തത്തിൽ വൈറ്റ് ആയിരിക്കും. ഇത് മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ ആണ്, നടക്കാത്ത കാര്യമാണ്. പക്ഷേ ഇത് ലോജിക്കൽ നിയമങ്ങളൊന്നും ഡയറക്റ്റ്ലി അതെന്ത് ചെയ്യുന്നില്ല, വയലേറ്റ് ചെയ്യുന്നില്ല. കാരണം അത് എല്ലാ ഫ്ലോറും വൈറ്റ് ആണെങ്കിൽ, എല്ലാ ടൈലും വൈറ്റ് ആണെങ്കിൽ ഫ്ലോർ വൈറ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്നാണ് നമ്മൾ ഇൻഫർ ചെയ്യുന്നത്. അപ്പോൾ ഷർട്ട് വൈറ്റും അതേസമയം ബ്ലാക്കും ആവുന്നത് ഇമ്പോസിബിൾ ആണെന്ന് നമുക്കറിയാം. സോ ആ മീനിങ് അറിയുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അത് ഇമ്പോസിബിൾ ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ ഇവിടെ അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് എ പ്രിയോറി ഇമ്പോസിബിലിറ്റി, എ പോസ്റ്റീരിയറി ഇമ്പോസിബിലിറ്റി. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഈ എല്ലാ ടൈലും വൈറ്റ് ആണെങ്കിൽ ഫ്ലോർ വൈറ്റ് ആണ് എന്നുള്ളത് എ പ്രിയോറി തന്നെ എന്താണ് ഇമ്പോസിബിൾ ആണ്. നമ്മൾ ലോകത്തുള്ള എല്ലാ വൈറ്റ് ടൈലുകളുള്ള ഇത് പോയി നോക്കേണ്ട ആവശ്യം, ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ അറിയാം എല്ലാ ടൈലും വൈറ്റ് ആണെങ്കിൽ ആ ഫ്ലോർ വൈറ്റ് ആയിരിക്കും എന്ന് ഇവിടെ ഇരുന്നിട്ട് അറിയാം. അവിടെ പോയി ഒബ്സർവ് ചെയ്ത് നോക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത്. ഇത് പറയുമ്പോഴാണ് പിന്നെ ഇ ജബ്ബാർ ഒരിക്കൽ നമ്മുടെ ക്ലബ് ഹൗസിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മെയിൻ കൗണ്ടർ ഇതായിരുന്നു. അതായത് നിങ്ങൾ പറയുന്നത് ഈ പ്രപഞ്ചത്തിനകത്ത് കാര്യമല്ലേ, പ്രപഞ്ചത്തിന് പുറത്ത് വേറെ എങ്ങനെയാണെങ്കിലോ, പ്രപഞ്ചത്തിന് പുറത്ത് ചിലപ്പോൾ വട്ടത്തിനുള്ള ത്രികോണം പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ, പ്രപഞ്ചത്തിന് പുറത്ത് കാര്യകാരണ ബന്ധങ്ങൾക്ക് വിലയില്ലെങ്കിലോ, പ്രപഞ്ചത്തിന് പുറത്ത് PSR പ്രിൻസിപ്പിൾ ഓഫ് സഫിഷ്യൻറ്റ് റീസൺ വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ, പിന്നെ ഇയാൾ എന്ത് യുക്തി ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ പിന്നെ ഇസ്ലാമിനെ നെഗേറ്റ് ചെയ്യുന്നത്? ഇസ്ലാം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഐഡിയ ആണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ യുക്തി പരിമിതമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഭൂമിക്കകത്ത് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിനകത്ത് അവിടെ മാത്രം വർക്ക് ചെയ്യുന്ന ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആ ബുദ്ധി മാത്രമേ മനുഷ്യനുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിമിതി ഉള്ളത് കൊണ്ട് നമ്മളോട് ആർഗ്യ ചെയ്യുന്നത് നമ്മൾ ബുദ്ധിപരമായിട്ട് ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കുമ്പോൾ അത് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ബാധകമായിട്ടുള്ള ഒരു കാര്യമല്ലേ പറയുന്നത്. അത് ഭൂമിക്കകത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ബാധകമായിട്ടുള്ള ഒരു യുക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഈ പറഞ്ഞ ലോജിക്കൽ ലോസിന് സ്പേഷ്യോ ടെമ്പറൽ ലിമിറ്റ്സ് ഇല്ല, സ്പേഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ടൈം ബാധകമായിട്ടുള്ള ലിമിറ്റ്സ് ഇല്ല. സ്പേസിനും ടൈമിനും അതീതമായി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ലോജിക്കൽ ലോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിത്തെ നിയമം തന്നെ ആയിരിക്കും ചൊവ്വയിൽ. അത് നമ്മൾ ചൊവ്വയിൽ പോയി ഏതെങ്കിലും തരത്തിലുള്ള മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് ഒന്നും കൂട്ടിയാൽ രണ്ടാകണം എന്ന് പറയുന്നത് അത് ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയാണെങ്കിൽ വേറെ പ്രപഞ്ചത്തിൽ ഒന്നും കൂട്ടി രണ്ടിൻ്റെ വിഷയത്തിലാണ്. അത് ചില ആളുകൾ പറയുന്നത് നമ്മൾ ഒന്നും കൂട്ടിയാൽ രണ്ടാന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ 1 കിലോ ഉള്ള സാധനം എടുത്തിട്ട് തുലാസിൽ വെക്കും, പിന്നെ 1 കിലോ ഉള്ള വേറെ വെക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും
മൊത്തം 2 കിലോ ഒരുമിച്ച് വെക്കും. അപ്പം ഒന്നൊന്നും കുട്ടിയെ രണ്ടാന്ന് അങ്ങനെ ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്ന ആളുകളും യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എന്ന് പറയുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യമാണ് അവിടെ. നമ്മുടെ നാട്ടിൽ യുക്തിവാദി എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിൽ ഫാമിലി പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ മല്ലിനോടുള്ള പ്രശ്നം കൊണ്ടോ ഒക്കെ പുറത്തു പോയിട്ട് പിന്നെ അതിനെതിരെ പരദൂഷണം പറയാന്നുള്ള യുക്തിയിൽ മാത്രം ജീവിക്കുന്ന ആളുകളാണ്. അവർ ഇപ്പോൾ ഇതിൻ്റെ ഇത്തിരി ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന കേരളത്തിലെ ആളൊക്കെ ഒന്ന് എടുത്തു നോക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞ ഫിലോസഫിക്കലായിട്ടുള്ള ഈവൻ ഈ കണ്ടിജൻസി ആർഗ്യുമെൻ്റ് എന്താണെന്നുള്ളത് പോലും ഇ എ ജബ്ബാറിന് പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാകുന്നില്ല. അത്രത്തോളം വീക്കാണ്. അതായത് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഇത്രയും പതിറ്റാണ്ടുകൾ ഈ രംഗത്ത് ഉണ്ടായിട്ട് പോലും ഇത്തരം ആളുകൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ കൺസേൺ ഈ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഇസ്ലാം പറയുന്ന ദൈവവീക്ഷണം എത്രത്തോളം യുക്തിപരമാണ്, അതിനെക്കുറിച്ചുള്ള ആർഗ്യുമെൻറ്റ്സ്, ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ കേവലം മതവിരോധം കൊണ്ട് പരദൂഷണം പറയുകയും പരദൂഷണം പറയാനായിട്ട് സംഘടന ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളൊരു സാധനം മാത്രമാണ് കേരളത്തിന് ആസ്ഥിരം നടത്തിയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ സാധനം മനസ്സിലാകാതിരിക്കുക എന്ന് പറയുന്നൊരു സ്വാഭാവികത മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ എ പ്രിയോറി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ലോസ് ഓഫ് ലോജിക്ക്. അതേപോലെ ട്രയാങ്കിളിന് 3 സൈഡാണ്, അതേപോലെ എല്ലാ വൈറ്റും ഫ്ലോറും വൈറ്റ് ആണെങ്കിൽ, എല്ലാ ടൈലും വൈറ്റ് ആണെങ്കിൽ ഫ്ലോർ വൈറ്റ് ആണ്, അതേപോലെ 1+1 = 2 എന്നൊക്കെ ഉള്ളത് ഒന്നെങ്കിൽ മെറ്റാഫിസിക്കലി നെസസറി അല്ലെങ്കിൽ എ പ്രിയോറി നെസസറി അല്ലെങ്കിൽ എ പ്രിയോറി ഇമ്പോസിബിൾ. ഓക്കെ, 1+1 2 എന്നുള്ളത് എ പ്രിയോറി നെസസറി ആണ്. എന്താണ് കോൺട്രഡിക്ഷൻ സംഭവിക്കുക എന്നുള്ളത് എ പ്രിയോറി ഇമ്പോസിബിൾ ആണ്. മറ്റൊന്നാണ് എ പോസ്റ്റീരിയർ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. എ പോസ്റ്റീരിയർ ഇമ്പോസിബിലിറ്റി ബേസിക്കലി എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം 2 രീതിയിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം സപ്പോസ് ഇന്ന് ഞായറാഴ്ചയാണ്, ഞായറാഴ്ച പൊതുവെ അവധിയുള്ള ദിവസമാണ്, അതുകൊണ്ട് ഷാഹുൽ ഇന്ന് ഓഫീസിൽ പോയിട്ടില്ല. അപ്പോൾ ഞായറാഴ്ചയാണ് എന്നതിൽ നിന്ന് ഷാഹുൽ ഓഫീസിൽ പോയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം ഷാഹുൽ എന്തുകൊണ്ടാണ് പോകാത്തതെന്ന് എനിക്കറിയാം. ഞായറാഴ്ച ആയതുകൊണ്ട്, ഞായറാഴ്ച ലീവാണ്, അതുകൊണ്ട് പോയിട്ടില്ല. ഇത് ഒരു മെത്തേഡാണ്. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഷാഹുലിൻ്റെ വീട്ടിൽ വന്നു. ഷാഹുലിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഷാഹുലിൻ്റെ വീട്ടിൻ്റെ പുറത്ത് എന്തുണ്ട്, ഷാഹുലിൻ്റെ ബൈക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഷാഹുൽ ഓഫീസിൽ പോകുന്നത് ഷാഹുലിൻ്റെ ബൈക്കിലാണ്. അപ്പോൾ ഷാഹുലിൻ്റെ വീടിൻ്റെ പുറത്ത് ബൈക്ക് ഉണ്ട് എന്നതിൽ നിന്ന് ഷാഹുൽ ഓഫീസിൽ പോയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ ഷാഹുലിൻ്റെ വീട്ടിൻ്റെ പുറത്ത് ബൈക്ക് ഉള്ളതുകൊണ്ടല്ല ഷാഹുൽ ഓഫീസിൽ പോകാത്തത്. ഷാഹുൽ വേറെ എന്തോ കാരണം കൊണ്ടാണ് പോകാത്തത്. പക്ഷേ പുറത്ത് ബൈക്ക് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്, മനസ്സിലായി, എനിക്ക് പോയിട്ടില്ല എന്ന് മനസ്സിലായത്. ഓക്കെ, ബൈക്ക് ഉള്ളത് കൊണ്ടല്ല ഷാഹുൽ പോകാത്തത്, ഷാഹുൽ പോകാത്തത് കൊണ്ടാണ് ബൈക്ക് ഉള്ളത്. ബൈക്ക് ഉണ്ട് എന്നതിൽ നിന്ന് ഷാഹുൽ പോയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് റിസൾട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഷാഹുൽ പോയിരുന്നെങ്കിൽ ഇത് സംഭവിക്കായിരുന്നു, ഇത് സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഷാഹുൽ പോയില്ല. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെസസിറ്റി ഡെറൈവ് ചെയ്യാൻ കഴിയും. അതായത് ഇപ്പം ലോസ് ഓഫ് ഫിസിക്സിനെ കുറിച്ച് ചില നാസ്തികർ തന്നെ, ലോക്കൽ ഇവരല്ല, എന്താണ് കുറച്ച് ബോധം പഠിക്കുന്ന വിഷയത്തിലുള്ള ആളുകൾ പറയാറുണ്ട്, എന്താണ് ലോസ് ഓഫ് ഫിസിക്സ് നെസസറി അല്ലെങ്കിൽ ഓക്കെ ഇവിടെ എന്താണ് കെയോസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് നമുക്ക് കാണാം. ക്രമമുള്ള ലോസ് ഓഫ് ഫിസിക്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, അപ്പോൾ നെസസറി ആണെങ്കിൽ മാത്രം നമുക്കൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഓർഡറുള്ളൊരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഓർഡറുള്ള രീതിയിൽ നിയമങ്ങൾ കാണാൻ പറ്റും എന്നുള്ളത്. അപ്പം ഇതിൽ നിന്ന് എന്താണ് ലോസ് ഓഫ് ഫിസിക്സ് നെസസറി ആണെന്ന് മനസ്സിലാക്കാം. ഇവിടെ എന്തുകൊണ്ട് ലോസ് ഓഫ് നെസസറി ആണ് നമുക്കറിയില്ല, എന്തുകൊണ്ട് ഈ വാല്യൂ ഉണ്ടായി നമുക്കറിയില്ല. പക്ഷെ എന്താണ് അത് നെസസറി അല്ലായിരുന്നുവെങ്കിൽ കെയോസ് ഉണ്ടാവുമായിരുന്നു. കെയോസ് ഇല്ല, അതുകൊണ്ട് അത് നെസസറിയാണ്. ഓക്കെ, ഇതുപോലെ എന്തുകൊണ്ടാണ് ഷാഹുൽ ഓഫീസിൽ പോകാത്തതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഷാഹുൽ ഓഫീസിൽ പോയിരുന്നെങ്കിൽ ബൈക്ക് അവിടെ ഉണ്ടാവില്ലായിരുന്നു. ബൈക്ക് അവിടെ ഉണ്ട്, അതുകൊണ്ട് പോയിട്ടില്ല. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ളൊരു ഇൻഫറൻസ് ആണ് ആക്ച്വലി കണ്ടിജൻസി ആർഗ്യുമെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഗോഡ് നെസസറി അല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നെസസറി ബീയിങ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ കണ്ടിജൻറ്റ് ബീയിങ് കൂടെ ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ കണ്ടിജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണില്ലായിരുന്നു. നമ്മളിത് കാണുന്നുണ്ട്, അതിനർത്ഥം നെസസറി ബീയിങ് ഉണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫറൻസ് നടത്തുന്നത്. സോ നമുക്ക് ആർഗ്യുമെൻറ്റിലേക്ക് കടക്കാം. അപ്പോൾ ഈ എന്താണ് വാട്ട് ഈസ് കണ്ടിൻജൻറ്റ് മീൻസ്, എന്താണ് ശരിക്കും കണ്ടിൻജൻറ്റ് എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അതെ, കണ്ടിജൻറ്റ് എന്ന് പറയുമ്പോൾ നെസസറിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കണ്ടിജൻറ്റ് ബേസിക്കലി പറയുന്നത്. നെസസറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോൺ എക്സിസ്റ്റൻസ് സാധ്യമല്ല. അത് മറ്റൊരു രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അത് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ അഗെയിൻ 1+1 = 2 അത് അങ്ങനെ പറ്റുള്ളൂ. അതെ, ഓക്കെ, 1+1 = 3 എന്നുള്ളത് പറ്റില്ല. ഇത് കുറച്ചുകൂടി ടെക്നിക്കലായ ഭാഷയിൽ പറയുകയാണെങ്കിൽ 1+1 = 2 ഈസ് ട്രൂ ഇൻ ഓൾ പോസിബിൾ വേൾഡ്സ്.
എല്ലാ പോസിബിൾ വേൾഡിലും എല്ലായിടത്തും അത് എന്തായിരിക്കും, അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ നോൺ എക്സിസ്റ്റൻസ് സംഭവമല്ല. നോൺ എക്സിസ്റ്റൻസ് സംഭവമില്ല എന്ന് പറയുമ്പോൾ അത് മറ്റൊരു നേച്ചറിലാവുക എന്ന് പറയുന്നതും അതിൻ്റെ ഒരു നോൺ എക്സിസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് ദെയർ ആൾവേസ്. അതൊരു സ്വാഭാവികതയാണ്. ഒന്നും രണ്ടാവുന്നത് സ്വാഭാവികത ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ എത്തിസ്റ്റുകൾ ചോദിക്കലുണ്ടല്ലോ, ഇഫ് ഗോഡ് ക്രിയേറ്റഡ് എവരിത്തിങ് ദെൻ ഹൂ ക്രിയേറ്റഡ് ഗോഡ് എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഉണ്ടാകൂ എന്ന് പറയുന്ന ഒരു അസംഷൻ്റെ പ്രശ്നമാണത്. നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായി എക്സിസ്റ്റ് ചെയ്യും. അത് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ് അസ്വാഭാവികത. അപ്പോൾ സ്വാഭാവികമായും നെസസറി ആയ ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ള ചോദ്യം പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചോദിക്കേണ്ട. ഡെഫിനിഷൻ അറിയാത്ത ആളുകൾ മാത്രമേ പിന്നെ അത് ചോദിക്കുള്ളൂ. പിന്നെയുള്ള വരുന്നത് കണ്ടീജൻ്റ് ആണ്. കണ്ടീജൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോൺ എക്സിസ്റ്റൻസ് സാധ്യമാണ്. അത് എക്സിസ്റ്റ് ചെയ്യൽ അനിവാര്യമല്ല, എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ആദ്യമേ നിലനിൽക്കില്ല ഒരിക്കലും തന്നെ. കാരണം അതിന് സെൽഫ് എക്സിസ്റ്റൻസ് ഇല്ല, നെസസറി അല്ലാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അത് എക്സിസ്റ്റും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ അത് എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം. എന്നാൽ അത് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ ഒരു റീസൺ ഉണ്ടായിരിക്കണം. അതിന് പിറകിൽ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. അതെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രിമൈസ് വരുന്നത് PSR ആണ്. കണ്ടീജൻ്റ് കോൺക്രീറ്റ് ആയിട്ടുള്ള, കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്സിസ്റ്റൻസ് ഉള്ള, കോസൽ പവർ ഉള്ള, കാര്യകാരണ ശക്തിയുള്ള, മറ്റൊന്നിനെ കോസ് ചെയ്യാൻ കഴിയുമെന്നുള്ള അല്ലെങ്കിൽ കോസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. അതായത് ഇപ്പോൾ ഞാൻ ക്ലാപ്പ് ചെയ്തു, ഇപ്പോൾ ഈ സൗണ്ട് ഉണ്ടായി, ഇത് കണ്ടീജൻ്റ് ആണ്. ഇത് ഉണ്ടായിരുന്നില്ല, ഉണ്ടാക്കപ്പെട്ടതാണ്, മറ്റൊരു കാരണം കൊണ്ട് പ്രവർത്തിച്ചാണ്. ഇതൊരു കണ്ടീജൻ്റ് എക്സാമ്പിൾ എന്ന് പറയാം. അതെ, അങ്ങനെ കണ്ടിൻജൻ്റ് ആയ എല്ലാത്തിനും ഒരു കാരണം വേണം. അത് ഒരു കാരണമില്ലാതെ ഒരു കാര്യം എന്ത് ചെയ്യില്ല, വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കോസ്റ്റലി പവറായിട്ടുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിലേക്ക് വരണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ വേണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിമൈസ്. ഈ പ്രിമൈസിന് ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രിമൈസിന് നമുക്ക് ഒരുപാട് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. തൽക്കാലം നമുക്കിവിടെ 3 പറയാം. ഓക്കെ. ഒന്ന്, ഇത് ഇൻറ്റ്യൂറ്റീവ് ആണ്, സെൽഫ് എവിഡൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ഏതൊരു സംഭവം നടന്നാലും നമുക്ക് അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് എന്ന് നമ്മൾ, ഈവൻ കുട്ടികളിൽ പോലും, അതായത് ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞ ഒരു കുട്ടി കുറച്ച് അപ്പുറത്തൊരു സൗണ്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കും. അത് റാൻഡമായിട്ട് സംഭവിച്ചാണ് അല്ലെങ്കിൽ വെറുതെ സംഭവിച്ചാണെന്ന് ആരും കരുതില്ല. അപ്പോൾ വളരെ ഈവൻ ഇപ്പം നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ഇപ്പം ഫാൻറ്റസി സിനിമകളിൽ പോലും ഇപ്പോൾ വളരെ യുക്തിരഹിതമായിട്ട് അല്ലെങ്കിൽ റിയാലിറ്റിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഫാൻറ്റസി സിനിമകളിൽ പോലും എന്തെങ്കിലും ഒരു ഇവൻ്റ് സംഭവിച്ചാൽ ആ സിനിമയുടെ പ്ലോട്ട് തന്നെ ഒരു പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കാരണം തേടിയിട്ടായിരിക്കും. അതായത് ഒരു ഫാൻറ്റസിയിൽ പോലും നമുക്ക് കാരണമില്ലാതെ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ശാസ്ത്രവാദികളായിട്ടുള്ള ആളുകൾ ഉറപ്പായിട്ടും ഈ കാര്യകാരണ ബന്ധത്തെ അംഗീകരിക്കണം. കാരണം സയൻസ് ഇറ്റ് സെൽഫ് കാര്യകാരണ ബന്ധത്തെ തേടിയുള്ള അന്വേഷണമാണ്. അതായത് സയൻസ് ഫസ്റ്റ് അസ്യൂം ചെയ്യുന്നുണ്ട് നമുക്ക് സംതിങ് കാണുന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ ഉണ്ടാകണം, റീസൺ ഉണ്ടാകണം. ആ എക്സ്പ്ലനേഷനെ റീസണെയും അന്വേഷിച്ചിട്ടാണ് ഫെർദർ ആൻഡ് ഫെർദർ സയൻസ് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രാവിറ്റി, വൈ ഗ്രാവിറ്റി, എന്തുകൊണ്ട് അത് നിലനിൽക്കുന്നു, എന്തുകൊണ്ട് ആ ഒരു വാല്യൂ നിലനിൽക്കുന്നു, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ സ്വഭാവത്തിലുള്ള പ്രപഞ്ചം നിലനിൽക്കുന്നു, ആറ്റങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു, ഇങ്ങനെ വൈ എന്നുള്ള അല്ലെങ്കിൽ എന്താണ് അതിന് ബിഹൈൻഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യകാരണങ്ങളെ അന്വേഷിക്കുകയാണ് സയൻസ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ജസ്റ്റിഫിക്കേഷൻ ബൈ ദ വേ. കാരണം രണ്ടാമത്തെ ജസ്റ്റിഫിക്കേഷൻ എന്നാൽ ഇൻഡക്റ്റീവ് ഇൻഫറൻസ് ആണ്. കാരണം നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളുടെ പിന്നിലും എന്തുണ്ട്, ഒരു കാരണമുണ്ട്. ഈ ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് സയൻസ് മൊത്തം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ സയൻസ് ബ്രേക്ക് ഡൗൺ ആവും. കാരണം നമ്മൾ ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഒബ്സർവ് ചെയ്ത ഒരു കാര്യം ഇതിങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ ആയിരിക്കും അൺഒബ്സർവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രവർത്തിക്കുക എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസിക്കലി മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ കാരണം നമ്മൾ എല്ലാത്തിനും കാരണങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ കാണാത്തതിനും കാരണമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കുക. ഇത് ഒരാൾ നിഷേധിച്ച് കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആൾക്ക് സയൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം സയൻസിൽ പറയുന്നത് എന്താണ്, ഇന്നൊരു കാര്യം ഇപ്പോൾ എന്താണ്, ഈ വെള്ളം നമ്മൾ താഴെടുമ്പോൾ ആ വെള്ളം താഴോട്ട് വീകുന്നു, അത് നാളെയും വീകുന്നു, മറ്റന്നാളും വീകുന്നു. അതിൻ്റെ ബേസിസിൽ ഓക്കെ ഇനി അങ്ങോട്ടും അത് വീകും എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ ആ രീതിയിലാണ് സയൻസ് എന്ത് ചെയ്യുന്നത്, ഇൻഫർ ചെയ്യുന്നത്. ആ ഇൻഫറൻസ് നമ്മൾ നിഷേധിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, സയൻസ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇതാണ് രണ്ടാമത്തെ എവിഡൻസ് എന്ന് പറയുന്നത്, ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഫസ്റ്റ് പ്രിമൈസ്. മൂന്നാമത്തെ ജസ്റ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത് ആർഗ്യുമെൻറ്റ് ഫ്രം കെയോസ്. അതായത് ഒരു കാരണവുമില്ലാതെ ഒരു കാര്യം സംഭവിക്കാമെങ്കിൽ, ഒരു കാര്യവുമില്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കണം. ഇത് ബേസിക്കലി സംഭവിക്കുന്നത് വെച്ചാൽ ഒരു കാര്യമില്ലാതെ ഈ ബോട്ടിലിനൂടെ വരാമെങ്കിൽ ഒരു കാര്യമില്ലാതെ വേറൊരു കാര്യത്തിനൂടെ വരാം. അവിടെ നിന്നില്ല ഒരു എന്ത് ചെയ്യണ്ട, എന്താണ് ഈ ബോട്ടിൽ ഒരു കാര്യമില്ലാതെ വരാം, ഈ ബോട്ടിൽ വെച്ച കാര്യം ഉണ്ടെങ്കിലേ വരുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. അപ്പം സ്വാഭാവികമായും എന്താണ്,
ഈ ക്യാമറ വേണമെങ്കിൽ എന്താണ് കാര്യമില്ലാതെ വരാം, ബോട്ടിൽ വെച്ച കാര്യം ഉണ്ടെങ്കിലേ വരുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഈ 1 മുതൽ 5 വരെയുള്ള സംഖ്യകൾ ഒരു കാരണവും ഇല്ലാതുണ്ടായതാണ്. അതേസമയം 5 മുതൽ 10 വരെയുള്ള സംഖ്യകൾ മാത്രം കാരണം കൊണ്ട് സംഭവിച്ചതാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം സെയിം നേച്ചർ ഷെയർ ചെയ്യുന്ന വസ്തുക്കളാണ്, അല്ലെങ്കിൽ സംഖ്യയാണ് ഇതെല്ലാം തന്നെ സെയിം നേച്ചറിലുള്ളവയാണ്. സെയിം നേച്ചറിലുള്ള കാര്യങ്ങൾക്ക് ഒന്നിൽ മാത്രം നമുക്ക് സ്പെഷ്യൽ ബ്രീഡിങ് നടത്താൻ കഴിയില്ല. ഇപ്പോൾ എൻ്റെ ഒരു കാലത്തെ ചെരുപ്പിന് കാരണമുണ്ട്, മറ്റൊരു കാരണത്തെ കാലിലെ ചെരുപ്പിന് കാരണമില്ല എന്ന് പറയാൻ കഴിയില്ല. ബോത്ത് ആർ സെയിം. അപ്പോൾ ഭൗതികമായിട്ടുള്ള ഒന്നിന് മാത്രം നമുക്കൊരു ലോ അപ്ലൈ ചെയ്തിട്ട് പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കാര്യകാരണ ബന്ധമില്ലാതെ എന്തെങ്കിലും ഭൗതികമായിട്ട് സംഭവിക്കാമെന്നുണ്ടെങ്കിൽ എന്തിനും സംഭവിക്കാം, എന്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ്. നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു എത്തിസ്റ്റ് ആണെങ്കിൽ എപ്പോഴും എക്സ്പെക്ട് ചെയ്യണം, ചിലപ്പോൾ ചുമ്മാ ശൂന്യതയിൽ നിന്നൊരു കല്ല് വന്ന് തലയിൽ വീണ് ചത്തുപോകാനുള്ള സാധ്യത ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു കാരണമില്ലാതെ എന്ത് സംഭവിക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്നും സംഭവിക്കാതെ കാരണമുള്ള കാര്യം തന്നെ സംഭവിക്കുക എന്നത് ഹൈലി അൺലൈക്ലി ആയിട്ടുള്ള കാര്യമാണ്. മിറാക്കിളാണ്. ഓരോ ഇവന്റും തന്റെ നിലനിൽപ്പ് ഒരു മിറാക്കിൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ നിലനിൽപ്പിന് വിരുദ്ധമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് വെരി അൺലൈക്ലി ആണ്. അതേസമയം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സ്വഭാവത്തിലായിരിക്കണം ലോകത്തെ പോലും അങ്ങനെയുള്ള ഒരു വ്യക്തി കാണേണ്ടത് എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായും പറയാം, ഇവിടെ ചില നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഈ അലക്സാണ്ടർ പ്രസ് ഒക്കെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ ഒരു അസംഷൻ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം, ആ വ്യക്തിക്ക് തൻ്റെ പുറത്ത് താൻ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ റിയൽ ആണെന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം ഒരു കാര്യവുമില്ലാതെ എന്തും സംഭവിച്ചുകൊണ്ടിരിക്കാമെന്നുണ്ടെങ്കിൽ തൻ്റെ മസ്തിഷ്കത്തിനകത്തുള്ള ന്യൂറോൺ ഫയറിങ്സും ഒരു കാര്യമില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നു ബിക്കോസ് ഓഫ് നോ റീസൺ എന്ന് പറയേണ്ടി വരും. അപ്പോൾ പിന്നെ റിയാലിറ്റി പോലും യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നുള്ളൊരു കാര്യം ഇത്തരം ഒരു റീസൺ എടുക്കുന്ന ആളുകൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം ഇവർ സ്വാഭാവികമായ ഒരു റെസ്പോൺസ് പറയാമെന്ന് വെച്ചാൽ, ഈ നിയമങ്ങൾ എന്താണ് സയൻറ്റിഫിക് നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം സ്വാഭാവികമായി ചോദിക്കുന്നത്, ഈ നിയമങ്ങൾ എന്താണ് നെസസറി ആണോ അതല്ല കണ്ടിജൻ്റ് ആണോ? കണ്ടിജൻ്റ് ആണെന്നാണ് ഇവർ പറയുന്നതെങ്കിൽ ഒരു കാരണമില്ലാതെ കണ്ടിജൻ്റ് ആയ കാര്യങ്ങൾ വരാനും പോകാനും പറ്റുമല്ലോ. അപ്പോൾ നിയമങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാരണമില്ലാതെ മാറാൻ കഴിയും. അപ്പോൾ നിയമങ്ങളാണ് ഈ കാര്യങ്ങളൊന്നും, അത് ഒരു നിയമമുണ്ട് എന്ന് വിചാരിക്കും, ഇവിടെ പുതിയൊരു കാര്യം വരരുത് അല്ലെങ്കിൽ വെള്ളം തന്നെ വരണം, അങ്ങനെ ഒരു നിയമം ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം എന്ത് ചെയ്യാം? ആ നിയമം കണ്ടിജൻ്റ് ആണ്, അത് എപ്പം വേണമെങ്കിലും പോകാം, എപ്പം വേണമെങ്കിലും പുതിയ നിയമങ്ങൾ ഇവർ പറയലുണ്ട്. അതായത് അത് നമ്മുടെ യൂണിവേഴ്സിനകത്ത് മാത്രം കാര്യകാരണ ബന്ധങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതൊരു കാര്യകാരണമില്ലാതെ സംഭവിച്ചു. പക്ഷേ യൂണിവേഴ്സ് ഉണ്ടായതിനു ശേഷം ഇങ്ങനെയുള്ള ഒരു പ്രത്യേക നിയമങ്ങൾ, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഓർഡറിലുള്ള നിയമങ്ങൾ ഒരു കാര്യമില്ലാതെ ഉണ്ടായി എന്നുള്ള ഒരു പിന്നെ അത്ര റേഷണൽ അല്ലാത്ത ഇറാഷണൽ ആയിട്ടുള്ള ഒരു ക്ലെയിം വയ്ക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്. പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ സ്പെഷ്യലായിട്ട് അങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം എപ്പോൾ വേണമെങ്കിലും മാറാം. പ്രപഞ്ചത്തിന് പുറത്ത് സംഭവിക്കില്ല, പ്രപഞ്ചത്തിന് പുറത്ത് കാര്യകാരണ ബന്ധമില്ലാതെ സംഭവിക്കാം, പ്രപഞ്ചത്തിനകത്ത് കാര്യകാരണ ബന്ധത്തോടെ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പ്രപഞ്ചത്തിന് പുറത്ത് സംഭവിക്കാമെന്നുണ്ടെങ്കിൽ അകത്ത് സംഭവിക്കില്ല എന്നുള്ള ആ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം എപ്പോൾ വേണമെങ്കിൽ മാറിക്കൊണ്ടിരിക്കാം. പ്രപഞ്ചത്തിൽ ആ ഒരു നിയമത്തിന് നെസസിറ്റി ഇല്ല, കണ്ടിൻജൻ്റ് ആണ്, എപ്പോൾ വേണമെങ്കിലും മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു ക്ലെയിമും വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൽ പറഞ്ഞു വരുന്നത്. അതെ. അപ്പം ഈ 3 ജസ്റ്റിഫിക്കേഷനാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത് PSRൻ്റെ ജസ്റ്റിഫിക്കേഷനായിട്ട് വരുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് സഫീഷ്യൻറ്റ് റീസൺ. അതായത് കണ്ടിജൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, കണ്ടിജൻ്റ് ആൻഡ് കോൺക്രീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്ത് വേണം? ഒരു എക്സ്പ്ലനേഷൻ വേണം, അല്ലെങ്കിൽ ഒരു കോസ് വേണം എന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് പ്രിമേസ് കണ്ടിജൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ കോസ് വേണം. രണ്ടാമത്തെ പ്രിമേസ് എന്ന് പറഞ്ഞാൽ കണ്ടിജൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ഗ്രൂപ്പ് എടുക്കാം, ആ ഗ്രൂപ്പിന് ഒരു എക്സ്പ്ലനേഷൻ വേണോ വേണ്ടേ എന്നുള്ളത്. കാരണം ദ ഹോൾ ആൾസോ കണ്ടിജൻ്റ് ആണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എല്ലാം കണ്ടിജൻ്റ് ആണെങ്കിൽ ആ ഇൻഡിവിജ്വൽ എല്ലാം ചേർന്നുണ്ടാകുന്ന ഹോളും കണ്ടിജൻ്റ് ആണ്. അപ്പോൾ യൂണിവേഴ്സിൽ ഈ പറഞ്ഞ പിന്നെ ഈ ബോട്ടിൽസ് ആണെന്നുണ്ടെങ്കിലും ആറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഭൗതികമായിട്ടുള്ള വസ്തുക്കളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് ഇതിനകത്ത് കാണുന്ന ഗാലക്സീസ് ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് ഹോൾ ആസ് എ കണ്ടിൻജൻറ്റ് ആയിട്ടുള്ള വസ്തുവാണ്. പക്ഷേ ഇങ്ങനെ പറഞ്ഞോട്ടെ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അതിന് വേറൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അങ്ങനെ വേറൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഇൻഫിനിറ്റ് സാഗ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സീരീസ് ഓഫ് എക്സ്പ്ലനേഷൻ. അപ്പം എന്താണ്, ഈച്ച് കണ്ടീഷൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പം എന്നാൽ എന്താണ് ഈ ടോട്ടാലിറ്റിക്ക് പക്ഷേ എക്സ്പ്ലനേഷൻ ഇല്ല. ഈ ടോട്ടൽ ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻ പിന്നെ എക്സ്പ്ലനേഷൻ ഇല്ല, പക്ഷേ ഈച്ച് മെമ്പേഴ്സിന് എക്സ്പ്ലനേഷൻ ഉണ്ട് എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക? ഇങ്ങനെ ഒരു കൗണ്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള പ്രശ്നം അതൊരു കൗണ്ടർ തന്നെ അല്ല എന്നുള്ളതാണ്. ഇതിലുള്ള മറുപടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ബോട്ടിൽ നമ്മൾ എടുക്കുന്നു, അത് കണ്ടിൻജൻ്റ് ആണ്, അതിന് എക്സ്പ്ലനേഷൻ വേണം. പക്ഷേ ഒരു വ്യക്തി വന്നിട്ട് പറയാണ് അതേസമയം
ആ ബോട്ടിൽ ഒരു ബോട്ടിലല്ല ഉള്ളത്, 2 ബോട്ടിലുണ്ട്. അതിന് കാരണം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല, ഒരു റീസൺ ഇല്ല, ഒരു റാഷണാലിറ്റി ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ബേസ്ലെസ് ക്ലെയിം എന്ന് മാത്രമല്ല, ഒന്ന് രണ്ടാകുന്നത് കൊണ്ട് അവിടെ സ്പെഷ്യലായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഒന്നിന് കാരണം വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണത്തിനും കാരണം വേണം. 2 ആകുന്നത് കൊണ്ട് അവിടെ നത്തിങ്, അവിടെ ഒന്നും ആഡ് ചെയ്യപ്പെടുന്നില്ല, ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാകുന്നില്ല. അല്ല, നമ്മുടെ ഫസ്റ്റ് പ്രിമൈസിന് പറഞ്ഞത് ഇൻഡ്യൂഷനാണ്. യെസ്, ഒരു ജസ്റ്റിഫിക്കേഷൻ പറയുന്നത് ഇൻഡ്യൂഷനാണ്. അതായത് ഒരു ബോട്ടിൽ എന്താണ് ഒരു കാരണവും ഇല്ലാതെ വരിക എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഇൻഡ്യൂറ്റീവ്ലി അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നില്ല. ഇൻഡ്യൂറ്റീവ്ലി അതിനൊരു കാരണമാണ് നമ്മൾ കരുതുന്നു. പക്ഷേ അതിനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ നമുക്കുണ്ടോ? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കാര്യങ്ങൾ വരില്ല എന്നുള്ളത്. ഇപ്പോൾ 2 സംഭവിക്കില്ലെങ്കിൽ 3 സംഭവിയല്ല, 4 അതുപോലെ സംഭവിയല്ല. ഇൻഫിനിറ്റ് എന്നുള്ളത് ഒബ്വിയസ്ലി സംഭവിയല്ല. അതായത് സെയിം ലോ തന്നെയാണ് ഇവിടെ അപ്ലിക്കബിൾ ആവുന്നത്. നമ്മൾ എന്തുകൊണ്ട് PSR വയലേറ്റ് ചെയ്ത് ഈ കാര്യം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞിടത്ത് പിന്നെ വി ഹാവ് എ സ്ട്രോങ്ങർ ഇൻഡ്യൂഷൻ. കാരണം ഒരു കാര്യം സംഭവിക്കില്ല എന്നുള്ളത് നമുക്ക് ഇൻഡ്യൂഷൻ ഉണ്ടെങ്കിൽ, കാരണമുള്ളത് സംഭവിക്കാൻ നമുക്ക് ഇൻഡ്യൂഷൻ ഉണ്ടെങ്കിൽ, ഒരു ഇൻഫിനിറ്റ് കാര്യങ്ങൾ കാരണമുള്ളത് സംഭവിക്കാനുള്ള ഒരു കാര്യം സ്ട്രോങ്ങർ ഇൻഡ്യൂഷൻ ഉണ്ടാവും. സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇൻഡ്യൂഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളത് അപ്പോഴും അവിടെ എക്സ്പ്ലനേഷൻ ഇല്ലാതാവുകയാണ്. അതായത് എക്സ്പ്ലനേഷൻ ഇല്ലാതെ ഒരു ശൂന്യതയിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴും അവിടെ ചെയ്യുന്ന കാര്യം കാര്യകാരണമില്ലാതെ ചുമ്മാ കാര്യങ്ങൾ സംഭവിക്കാമെന്നുള്ള ഐഡിയയ്ക്ക് തന്നെയാണ് അവിടെ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ വാലിഡ് ആവും. അങ്ങനെ ഒരു കാര്യമില്ലാതെ സംഭവിക്കാമെന്നുണ്ടെങ്കിൽ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കാര്യങ്ങൾക്ക് സംഭവിക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ മില്യണോ കണക്കിന് കാര്യങ്ങൾക്കൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കാം. ഏത് നിമിഷവും ഏത് നേരവും സംഭവിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒന്നും കാണുന്നില്ല എന്നുള്ളതിൽ നിന്ന് നമുക്ക് യുക്തിപരമായി എത്താം. അത് പോസിബിൾ അല്ല എന്നുള്ള ആ ഒരു ഐഡിയയിലേക്ക് തന്നെ നമുക്ക് എത്താൻ പറ്റും. മാത്രമല്ല, നമ്മൾ പരിശോധിക്കണം, ഇൻഫിനിറ്റ് റിഗ്രസ് ഓഫ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞത് ഒരു ഡഫറിങ് ഓഫ് എക്സ്പ്ലനേഷൻ ആണ്. അത് എക്സ്പ്ലനേഷൻ മാറ്റിവെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. യെസ്, അതായത് ഇപ്പം സപ്പോസ് എന്താണ് ഒരു എറ്റേണൽ ബീയിങ് ഉണ്ടെന്ന് വിചാരിക്കാം. എറ്റേണൽ ബീയിങ് ടൈല് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവസാനത്തെ ടൈല് വൈറ്റ് കളറായിട്ടാണ് പെയിൻറ്റ് ചെയ്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പത്തെ ടൈല് വൈറ്റ് ആയതുകൊണ്ടാണ്. ഈ ബീയിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പത്തെ ടൈലിൻ്റെ കളർ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ടൈല് തീരുമാനിക്കാം. അപ്പോൾ ലാസ്റ്റ് ടൈല് വൈറ്റ് ആണ്. അതിൻ്റെ കാരണം അതിന് മുമ്പത്തെ ടൈല് വൈറ്റ് ആയതുകൊണ്ടാണ്. അത് വൈറ്റ് ആണ്, കാരണം എന്താ, അതിന് മുമ്പത്തെ ടൈല് വൈറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ ടൈല് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ്, അതിന് മുമ്പത്തെ ടൈല് വൈറ്റ് ആയതുകൊണ്ടാണ്, അതിന് മുമ്പത്തെ ടൈല് വൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഒരാൾ ചോദിക്കുകയാണ്, ആ ഫ്ലോർ എന്തുകൊണ്ട് വൈറ്റായി, ആ ഫ്ലോർ എന്തുകൊണ്ട് ബ്ലൂ ആയിക്കൂടാ എന്ന് ഒരാൾക്ക് ചോദിക്കാം. അപ്പം ഓരോന്നിനും ഇൻഡിവിജ്വൽ എക്സ്പ്ലനേഷൻ ഉണ്ട് എന്നതുകൊണ്ട് ആ വോളിന് എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. ആ വോളിന് എക്സ്പ്ലനേഷൻ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. വോളിനും എക്സ്പ്ലനേഷൻ വേണമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു ട്രെയിൻ ബോഗിയുടെ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബോഗി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ വേറൊരു വ്യക്തി പറയാണ് അതിന് മുമ്പിലുള്ള വേറൊരു ബോഗി അതിനെ വലിക്കുന്നുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ട് നീങ്ങുന്നു എന്നുള്ള ചോദ്യം അപ്പോഴും പ്രസക്തമാണ്. അപ്പോൾ ആ വ്യക്തി പറയുന്നു തൊട്ടടുത്ത് വേറൊരു ബോഗി ഉണ്ട്, അതിന് മുന്നിൽ വേറൊരു ബോഗി ഉണ്ട്, അതിന് മുന്നിൽ വേറൊരു ബോഗി ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ആ ഹോൾ എക്സ്പ്ലെയിൻഡ് ആകുന്നില്ല. ഹോൾ എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നു എന്നുള്ള എക്സ്പ്ലനേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ഹോളിനെ മൂവ് ചെയ്യിക്കുന്ന ഒരു കാരണത്തിന് തന്നെ അവിടെ പറയണം. അതല്ലാതെ ജസ്റ്റ് പോസ്റ്റ് പോയിൻ ചെയ്യണം. ഇപ്പോൾ ഈ ഇൻഫിനിറ്റ് ഈ കാര്യങ്ങൾ പറയുന്നിടത്ത് അവർ ജസ്റ്റ് ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഇതിന് കാരണം മറ്റൊന്നാണ്, അതിന് കാരണം മറ്റൊന്നാണ്, ഇതിങ്ങനെ ഇൻഫിനിറ്റ്ലി പുറകോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ്ലി ഈ റീസണിനെ പുറകോട്ട് തള്ളിവെക്കുക എന്നുള്ളൊരു യുക്തി മാത്രമാണ് അവിടെ പ്രയോഗിക്കുന്നത്. മറിച്ച് അത് ആൻസർ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാര്യം മൂവ് ചെയ്യണം. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നതിന് കാരണം വേണമെന്ന് പറയുന്നത്? കാരണം മൂവ് ചെയ്യാതിരിക്കുക എന്നുള്ളത് അവിടെ പോസിബിളാണ്. 2 ഓപ്ഷൻ ഉണ്ട്, മൂവ് ചെയ്യാതിരിക്കാം, മൂവ് ചെയ്യാം. മൂവ് ചെയ്യാതിരിക്കുക എന്നുള്ളതിന് പകരം മൂവ് ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ് അവിടെ ആക്റ്റീവായിട്ടുള്ളത്. സോ വാട്ട് ആക്ടിവേറ്റ്സ്, എന്താണ് അവിടെ അതിനെ ആക്ച്വലൈസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ഉത്തരവും ഉണ്ടായിരിക്കണം. അതെ, ഈ ഫ്ലോറിൻ്റെ എക്സാമ്പിളിലേക്ക് വരികയാണെങ്കിൽ ഈ ഫ്ലോറിൻ്റെ പുറത്ത് ഉള്ളത് ഈ എറ്റേണൽ ബീയിങ് ആണ്. ഓക്കെ, ഈ എറ്റേണൽ ബീയിങ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് വൈറ്റ് ആവില്ല. ഓക്കെ, രണ്ടാമത്തെ നമുക്ക് അറിയുന്ന ഈ ടൈലിൻ്റെ പുറത്തുള്ള ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ആ എറ്റേണൽ ബീയിങ് പ്രീവിയസ് ടൈലിൻ്റെ കളർ നോക്കിയിട്ടാണ് നെക്സ്റ്റ് ടൈൽ പെയിൻറ്റ് ചെയ്യുന്നതാണ്. ഇതും എന്ത് ചെയ്യില്ല, അത് വൈറ്റ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യില്ല. അതായത് ബ്ലൂ ആയാലും റെഡ് ആയാലും ഒക്കെ തന്നെ ഈ 2 ഫാക്റ്റുകളുമായിട്ട്, ടൈലിൻ്റെ പുറത്തുള്ള ഈ 2 ഫാക്റ്റുകളുമായിട്ട് ഇത് കമ്പാറ്റബിൾ ആണ്. അതാണ് ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് തിരഞ്ഞെടുത്ത ഒരു ഫസ്റ്റ് കോസ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ അവിടെ എന്തായാലും വേണ്ടി വരും. അപ്പം ആ ഒരു പ്രമേസ് നമുക്ക് മനസ്സിലാക്കാം. എന്താണ്, കണ്ടീജൻ്റ് ആയിട്ടുള്ള എല്ലാ കണ്ടീജൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു എക്സ്പ്ലനേഷൻ വേണമെന്നുള്ളത്. സോ ഈ എക്സ്പ്ലനേഷൻ എന്തായിരിക്കും? അത് ഒന്നെങ്കിൽ കണ്ടീജൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള ഒരു ബീയിങ് ആയിരിക്കാം. മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ല. കാരണം കണ്ടീജൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പോസിബിൾ വേൾഡിലുള്ളതാണ്. നെസസറി എന്ന് പറഞ്ഞാൽ എല്ലാ പോസിബിൾ വേൾഡിലാണ്. കണ്ടീജൻ്റ് എന്ന് പറഞ്ഞാൽ സം പോസിബിൾ വേൾഡിലുള്ളതാണ്.
ഓക്കെ, പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ എന്നുള്ള എക്സിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇമ്പോസിബിൾ ആയുള്ള എക്സിസ്റ്റൻസ് ആണ് എന്താണെങ്കിലും ഇതിനെ കോസ് ചെയ്യുന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് എന്താണെങ്കിലും പരിഗണിക്കേണ്ടത് പോലും ഇതൊന്നും തോന്നില്ല. അപ്പോൾ പിന്നെ കണ്ടിജൻ്റ് ആയ എല്ലാത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തായിരിക്കും? ഈ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ കണ്ടിജൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഈ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള ഒന്നിന് എക്സ്പ്ലനേഷൻ മറ്റൊരു കണ്ടിൻജൻ്റ് ആയിട്ടുള്ള ബീയിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള ഹോളിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. കണ്ടിജൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിന് പുറത്തുള്ള ഒരു കണ്ടിജൻ്റ് അവിടെ തന്നെ ഒരു പ്രശ്നമാണ്. ഇത് പുറത്തുള്ള കാര്യം കണ്ടിജൻ്റ് ആണെങ്കിൽ പിന്നെ വോളിൽ തന്നെയാണ് അതുള്ളത്. അപ്പോൾ അത് അതിനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് പറയേണ്ടി വരും. ഇറ്റ്സ് ലൈക്ക് മദർ ഗിവിംഗ് ബർത്ത് ടു ഹെർസെൽഫ് എന്നുള്ള വിഷയം പറയേണ്ടി വരും. അപ്പോൾ കണ്ടിജൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിൻ്റെ ഒരു നമ്മൾ സപ്പോസ് നീല നിറത്തിലുള്ള എല്ലാ ബോളുകളും നമ്മളൊരു പെട്ടിയിലെടുത്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ പുറത്തൊരു നീല നിറമുള്ള ബോൾ ഉണ്ടാവില്ല. പിന്നെ നീല നിറ ബോൾ അതിൻ്റെ അകത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായി അതിനെ പുറത്ത് ഈ പറയുന്ന കണ്ടിജൻ്റായ എല്ലാത്തിനും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേറൊരു അതിന് പുറത്തുള്ളൊരു കണ്ടിജൻ്റ് ആയിരിക്കില്ല, അതിൻ്റെ അകത്തുള്ളത് തന്നെ ആയിരിക്കും. അകത്തുള്ളത് തന്നെയാണെങ്കിൽ അത് സെൽഫ് എക്സ്പ്ലനേഷൻ ആയിരിക്കും, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, അപ്പോൾ ഈ ഹോൾ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ എ ബിഗ് കൺജങ്ഷൻ ഓഫ് കണ്ടിൻജൻറ്റ് തിങ്സ് എന്ന് വിളിക്കാം. ഈ കോസ്മോസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എത്ര മൾട്ടിവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം ഉൾക്കൊള്ളുന്ന റിയാലിറ്റിനെ, ദി ബിഗ് കൺജങ്ഷൻ ഓഫ് കണ്ടിൻജൻറ്റ് തിങ്സ് എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് വേണമെന്നുള്ളത് നമ്മൾ സംബന്ധിച്ച് കഴിഞ്ഞു. കാരണം PSRനെ അംഗീകരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യുക്തിപരമായിട്ട് നമ്മൾ എത്തുന്ന കാര്യമാണ് ദർ ഇസ് എൻ എക്സ്പ്ലനേഷൻ. സോ ഈ കാണുന്ന കണ്ടിൻജൻ്റായി നിലനിൽക്കുന്ന ലോകങ്ങൾക്കെല്ലാം തന്നെ ഒരു കാരണമുണ്ട്, ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ഒരു വിശദീകരണമുണ്ട്. അത് കണ്ടിൻജൻ്റ് ആണെന്നും നമുക്ക് പറയാൻ കഴിയില്ല. ദെൻ വാട്ട്സ് ദി ആകെ 2 ഓപ്ഷൻ നമ്മൾ ഉള്ളൂ, നെസസറി ആണ്, കണ്ടിജൻ്റ് ആണ്. സോ കണ്ടിജൻ്റ് എന്നുള്ളത് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡിസ്ജൻറ്റീവ് സിലഗിസം അത് A or B ആണ് 2 ഓപ്ഷനേ ഉള്ളൂവെങ്കിൽ A എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ളൊരു ഓപ്ഷൻ എന്താണ്? B ഉള്ളൂ. B എന്ന് പറയുന്നത് വിച്ച് ഇസ് നെസസറി ബീയിങ്. അങ്ങനെ നെസസറി ആയിട്ടുള്ളൊരു ബീയിങ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ നെസസറി ബീയിങ് എന്താണ്, അബ്സ്ട്രാക്റ്റ് ആണോ കോൺക്രീറ്റ് ആണോ എന്നുള്ളൊരു ചോദ്യം പിന്നീട് വരാം. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്പേഴ്സൊക്കെ പോലെ കോസൽ പവർ ഇല്ലാത്തൊരു കാര്യം. ഇപ്പം കോസൽ പവർ ഇല്ലാത്തൊരു കാര്യം എന്ത് ചെയ്യില്ല, കണ്ടിജൻ്റായ കാര്യങ്ങളെ കോസ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ കോൺട്രഡിക്ഷനാണ്. അതുകൊണ്ട് തന്നെ അബ്സ്ട്രാക്റ്റിന് കോസലി ഇനേർട്ടാണ് എന്നതുകൊണ്ട് തന്നെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു നെസസറി ബീയിങ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു നെസസറി ബീയിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് കാര്യകാരണ ശക്തിയുള്ള ഒന്നാണ്. ലൈക്ക് ഈ നമ്പേഴ്സ് പോലെയോ അങ്ങനെ ഒന്നും തന്നെ ആയിരിക്കില്ല. കോസ് ചെയ്യാൻ കഴിയുന്ന, സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യകാരണ കണ്ടിജൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന, കണ്ടിജൻ്റ് ആയിട്ട് നമ്മൾ തിങ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന, അതിനെ വിശദീകരിക്കാൻ കഴിയുന്ന, അതിൻ്റെ എക്സിസ്റ്റൻസിന് കാരണമാകാൻ കഴിയുന്ന ഒന്നായിരിക്കണം. അപ്പം ഇതിൽ വരുന്നൊരു ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് നെസസറി ആയിട്ടുള്ള ഒരു കോസാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്കിൽ, സഫിഷ്യൻ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്കിൽ അത് ഈ കണ്ടിജൻറ്റിനെ എൻഡേൽ ചെയ്യും. അതായത് നെസസറി ബീയിങ് ഉണ്ട്, അത് കണ്ടിജൻ്റ് ആയതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പം സഫിഷ്യൻ്റ്ലി അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നെസസറി ബീയിങ് കണ്ടിജൻറ്റിനെ എൻഡേൽ ചെയ്യും. കണ്ടിജൻറ്റിനെ എൻഡേൽ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും, നെസസറി ആയിരിക്കും. അതായത് A-Bനെ എൻഡേൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ A-Bനെ A ഉണ്ടെങ്കിൽ B എന്താണെങ്കിലും സംഭവിക്കും. A സംഭവിക്കുക എന്നത് അനിവാര്യമാണെങ്കിൽ A ഉണ്ടെങ്കിൽ B എന്തായാലും സംഭവിക്കുമല്ലോ. അപ്പോൾ B സംഭവിക്കുന്നതും അനിവാര്യമായിരിക്കും. അപ്പോൾ നെസസറി ബീയിങ് ഉണ്ട്, ആ നെസസറി ബീയിങ് ആണ് ഇവിടെയുള്ള കണ്ടിജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ ആ കണ്ടിജൻറ്റ് ബീയിങ് എന്തായിരിക്കും, എക്സിസ്റ്റ് ചെയ്യൽ അനിവാര്യമായിരിക്കും എന്നുള്ളതാണ്. ഈ കണ്ടിജൻ്റ് ആയിട്ടുള്ള ലോകവും നെസസറി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഹോൾ നെസസറി ആവൂലേ? ഓക്കെ, അപ്പോൾ പിന്നെ ഇത് നെസസറി ആവുകയും, നെസസറി ആയ ഒരു കാര്യം കണ്ടിജൻ്റ് ആയ ബീയിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് വരിക? കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ ബേസിക്കലി ആർഗ്യുമെൻ്റ് എങ്ങനെ വരുന്നത്, ഇഫ് സംതിങ് സഫിഷ്യൻ്റ്ലി ഇഫ് A സഫിഷ്യൻ്റ്ലി എക്സ്പ്ലെയിൻസ് B, then A entails B. ആൻഡ് ഇഫ് അപ്പോൾ നെസസറി ബീയിങ് കണ്ടിജൻ്റ് ബീയിങ്ങിനെ സഫിഷ്യൻ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം സഫിഷ്യൻ്റ് എക്സ്പ്ലനേഷൻ എന്നാണ് പറയുന്നത്. PSR പറയുന്നത് എല്ലാ കണ്ടിജൻ്റ് കാര്യങ്ങളും സഫിഷ്യൻ്റ് എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പം സഫിഷ്യൻ്റ് എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് എൻഡേൽ ചെയ്യും. അത് എൻഡേൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നെസസറി ബീയിങ് ഒരു കാര്യത്തെ എൻഡേൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എൻഡേൽ പെടുന്ന കാര്യം നെസസറി ആയിരിക്കും. ലൈക്ക് ദി മോഡൽ കൊളാപ്സ് ഒബ്ജക്ഷൻ. മോഡൽ കൊളാപ്സ് ഒബ്ജക്ഷൻ ഇതിനെ ഓക്കെ. അപ്പോൾ മോഡൽ കൊളാപ്സ് ഒബ്ജക്ഷൻ എന്നാണ് നമ്മൾ ഈ ഒരു ഒബ്ജക്ഷനെ സാധാരണയായിട്ട് അറിയപ്പെടാറുള്ളത്. ഈ ഒരു ഒബ്ജക്ഷൻ നമ്മൾ കണ്ടിജൻസി ആർഗ്യുമെൻറ്റ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തുള്ള നാസ്തികരോ ഭൗതികവാദികളൊക്കെ ആയിട്ടുള്ള ഫിലോസഫേഴ്സ് ഉന്നയിക്കാറുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. സോ നമ്മളെങ്ങനെ അതിനോട് പ്രതികരിക്കും? ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ സഫിഷ്യൻ്റ് എക്സ്പ്ലനേഷൻ, ഇവിടെ മിസ്റ്റേക്ക് വരുന്നത് വെച്ചാൽ സഫിഷ്യൻ്റ് എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യും, എൻഡേൽ ചെയ്യും. അതായത് ഇഫ് A സഫിഷ്യൻ്റ്ലി എക്സ്പ്ലെയിൻ B, A entails B. ദിസ് ഇസ് റോങ്. കാരണം സഫിഷ്യൻ്റ് എക്സ്പ്ലനേഷൻ എൻഡേൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അസംഷനിലാണ് പ്രശ്നം. ഇത് വിഷയം എന്താ വെച്ചാൽ സഫിഷ്യൻ്റ് എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളതിൽ മനസ്സിലാക്കിയെടുത്തുള്ളൊരു ചെറിയൊരു മിസ്റ്റേക്കാണ്. ഈ ഒരു
വാദം ഉന്നയിക്കുന്ന ആളുകൾ പലപ്പോഴും കൊണ്ടുവരുന്ന ഒരു കൗണ്ടർ എക്സാമ്പിളാണ് ക്വാണ്ടം മെക്കാനിക്സിൽ എന്താണ് ഇൻഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് PSRനെ വയലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഈ ഒബ്ജക്ഷനും ഈ രണ്ട് ഒബ്ജക്ഷനും വരുന്നത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ്. ഇവിടെ PSR ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ലെറ്റ്സ് ഒരു ക്വാണ്ടം സ്റ്റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. എ എന്ന് പറയുന്ന ഒരു ക്വാണ്ടം സ്റ്റേറ്റ്. ഇതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഒന്നെങ്കിൽ എന്താവും, എക്സിലേക്ക് കൊളാപ്സ് ആവും, അതല്ലെങ്കിൽ വൈയിലേക്ക് കൊളാപ്സ് ആവും. ഇത് രണ്ടിലേക്കും കൊളാപ്സ് ആവാനുള്ളൊരു പ്രോപ്പർട്ടി ഇതിനുണ്ട്. അതായത് രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ള ഒരു പ്രയറായിട്ടുള്ള ഒരു പൊട്ടൻഷ്യാലിറ്റി അതിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് സംഭവിച്ചാലും വൈ സംഭവിച്ചാലും അതെന്തുണ്ട്, ഈ പറയുന്ന എക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. കാരണം രണ്ടിലുള്ള പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. മറിച്ച് എക്സിനും വൈയിലുള്ള പൊട്ടൻഷ്യാലിറ്റി ആണുള്ളതെങ്കിൽ പിന്നെ Z ആണ് സംഭവിക്കുന്നതെങ്കിലാണ് PSR വയലേറ്റ് ആവുന്നത്. അതെ, ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പൊട്ടൻഷ്യാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ഒബ്സർവേഷനിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും എന്താണ്, ക്വാണ്ടം മെക്കാനിക്സ് PSRനെ വയലേറ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് നെസസറിലി എൻറ്റെയിൽ ചെയ്യണം എന്നില്ല. ഇവിടെ സഫിഷ്യൻ്റ് എന്നുള്ള വാക്ക് അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വന്നിട്ട് പറയാണ്, ഒരു ഫാക്ടറിയിൽ തീ പിടിച്ചു. അപ്പം എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവിടെ കുറേ പെട്രോളുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡീസൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസ് ഉണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ അത് സഫീഷ്യൻ്റ് എക്സ്പ്ലനേഷൻ അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എത്ര ഗ്യാസ് ഉണ്ടെങ്കിലും തീ പിടിക്കില്ല, എത്ര പെട്രോൾ ഉണ്ടെങ്കിലും തീ പിടിക്കില്ല, ഒരു സ്പാർക്കെങ്കിലും വേണം. അതെ. അപ്പോൾ സ്വാഭാവികമായും അവിടെ സഫീഷ്യൻ്റ് എക്സ്പ്ലനേഷൻ ആവേണ്ടത് എന്താണ്, പെട്രോൾ സഫീഷ്യൻ്റ് എക്സ്പ്ലനേഷൻ അല്ല, സ്പാർക്കും കൂടി വരുമ്പോഴാണ് സഫീഷ്യൻ്റ് എക്സ്പ്ലനേഷൻ വേണ്ടത്. ഒരു അഡീഷണൽ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണം, പെട്രോൾ സഫീഷ്യൻ്റ് അല്ല. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു അഡീഷണൽ ഇൻഗ്രീഡിയൻറ്റ് വേണ്ട എക്സോ വൈയോ സംഭവിക്കാൻ. എച്ച് തന്നെ മതി. ഇത് എൻറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, എച്ചിനെ എൻറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ഇപ്പോൾ ഒരു അഡീഷണൽ ഇൻഗ്രീഡിയൻറ്റ് ഇല്ലാണ്ട് തന്നെ ഇൻഡിറ്റർമിനിസ്റ്റിക്കലി എച്ച് കോസ് ചെയ്യുകയാണെങ്കിലും അതെന്താണ്, സഫീഷ്യൻ്റ് ആണ്. ഓക്കെ. എന്നാൽ അവിടെ Z സംഭവിക്കാനുള്ള സഫീഷ്യൻ്റ് കോസ് ഉണ്ടോ? ഇല്ല. കാരണം Zലേക്ക് കൊളാപ്സ് ആവാനുള്ള പൊട്ടൻഷ്യാലിറ്റി അതിനില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു ചെറിയ കൗണ്ടർ വരാൻ കാരണം, നമ്മൾ മുമ്പ് ടെയിലിൻ്റെ ഉദാഹരണം പറഞ്ഞ സമയത്ത് നമ്മൾ കോൺട്രാസ്റ്റീവ് എക്സ്പ്ലനേഷൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താ വെച്ചാൽ ഇൻഡിവിജ്വലിന് കോൺട്രാസ്റ്റീവ് എക്സ്പ്ലനേഷൻ ഉള്ളത് കൊണ്ടാണ് വേണ്ടത് വേണമെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ. PSR കോൺട്രാസ്റ്റീവ് എക്സ്പ്ലനേഷൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പം പൊട്ടൻഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അത് സംഭവിക്കും എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ പറയുന്നത്. അപ്പം സ്വാഭാവികമായി ഈ ഒബ്ജക്ഷൻ്റെ വിഷയം എന്ന് വെച്ചാൽ നെസസറി ബീയിങ്ങിന് എന്തുണ്ട്, ഏത് കണ്ടീജൻ്റ് ആയിട്ടുള്ള കാര്യവും എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവരാനുള്ള പവർ ഉണ്ട്, പൊട്ടൻഷ്യലി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ഇൻ എനി കൈൻഡ് ഓഫ് വേൾഡ് പൊട്ടൻഷ്യാലിറ്റി, ആ ഒരു പവർ ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ മാത്രം മതി. ഇനി നമുക്ക് ഓൾ പവർഫുൾ, ഈ പറയുന്ന നെസസറി ബീയിങ് ഓൾ പവർഫുൾ ആണ് എന്നതിൻ്റെ ആർഗ്യുമെൻറ്റിലേക്ക് നോക്കാം. ഓക്കെ. ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഈ നെസസറി ബീയിങ് ബൈ ഡെഫിനിഷൻ എല്ലാ പോസിബിൾ വേൾഡിലും ഉണ്ട്. ഓക്കെ. അപ്പം എല്ലാ പോസിബിൾ വേൾഡിലും കണ്ടീജൻ്റ് ആയിട്ടുള്ള ബീയിങ് ഉണ്ട്. ഓക്കെ. ആ പോസിബിൾ വേൾഡിലെ കണ്ടീജൻ്റ് ആയിട്ടുള്ള ബീയിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തായിരിക്കും? ഫോർ ടേക്ക് എനി പോസിബിൾ വേൾഡ്, ആ പോസിബിൾ വേൾഡിൽ ഒരു കണ്ടീജൻ്റ് ബീയിങ് ഉണ്ടെന്നായിരിക്കും. ആ കണ്ടീജൻ്റ് ബീയിങ്ങിന് നമ്മൾ PSR പ്രകാരം എക്സ്പ്ലനേഷൻ വേണം. അതെ. ഓക്കെ. നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റ് റിഗ്രസ് പറ്റില്ല, നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റ് റിഗ്രസിൻ്റെ ഗ്രൂപ്പ് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, അതൊരു നെസസറി ബീയിങ്ങിൽ ആത്യന്തികമായി നിൽക്കണം എന്നുള്ളതാണ്. അപ്പം ആ ഒരു പോസിബിൾ വേൾഡിൽ അവിടെയുള്ള എല്ലാ കണ്ടീഷൻ ബീയിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തായിരിക്കും, നെസസറി ആയിട്ടുള്ള ആ ബീയിങ് ആയിരിക്കും. അപ്പം ലെറ്റ്സ് 100 പോസിബിൾ വേൾഡ് ഉണ്ടെങ്കിൽ ആ 100 പോസിബിൾ വേൾഡിലുള്ള കണ്ടീഷൻ ബീയിങ്ങിനെ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ പറയുന്ന നെസസറി ബീയിങ് ആയിരിക്കും. ഇപ്പം നെസസറി ബീയിങ്ങിന് ഒരു പർട്ടിക്കുലർ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കും. ഓക്കെ. ലെറ്റ്സ് ഒരു കണ്ടീഷൻ കാര്യത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കും. ഓക്കെ. അപ്പോൾ ഓൾ പവർഫുൾ അല്ല എങ്കിൽ നെസസറി ബീയിങ്ങിന് ഒരു കണ്ടീഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ആയിട്ടുള്ള കാര്യത്തെ ഈ നെസസറി ബീയിങ്ങിനെ എന്ത് പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ സപ്പോസ് അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും, ഒരു പോസിബിൾ വേൾഡ് ഉണ്ടാവും. ആ പോസിബിൾ വേൾഡിൽ എന്തുണ്ടാവും, ഈ കണ്ടീഷൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവും. പക്ഷെ അതിനെ ഈ നെസസറി ബീയിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ലല്ലോ. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായും പിന്നെ എന്തായിരിക്കും ആ കണ്ടീഷൻ ബീയിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, കണ്ടിജൻ്റ് ആയിട്ടുള്ള വേറെ കാര്യം. പക്ഷേ അത് ഇവഞ്ച്വലി അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവഞ്ച്വലി അത് നെസസറി ബീയിലേക്ക് തന്നെ വരണം. അതെ.
അപ്പോൾ പിന്നെ എല്ലാ പോസിബിൾ വേൾഡിലുള്ള കണ്ടീഷൻ ബീയിങ്ങിനെയും ഈ നെസസറി ബീയിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ നെസസറി ബീയിങ്ങിനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ആണെങ്കിൽ അത് ഇമ്പോസിബിൾ ആയിരിക്കും. ഓക്കെ. കാരണം ഈ നെസസറി ബീയിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ട് എങ്കിൽ അത് ഏതെങ്കിലും ഒരു പോസിബിൾ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോസിബിൾ വേൾഡിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അവിടെ PSR വയലേറ്റ് ആവും. PSR വയലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിന് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ. അപ്പം എന്താണ് പോസിബിളായ എല്ലാ കാര്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തിനു പറ്റും? നെസസറി ബീയിങ്ങിന് പറ്റും. അതായത് നെസസറി ആയിട്ടുള്ള ആ ബീയിങ്ങിൻ്റെ കഴിവിന് പുറത്ത് എന്നുള്ളൊരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. PSRനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കാര്യകാരണപരമായി എത്തി നിൽക്കുക, കോസലി എത്തി നിൽക്കുക ഈ ഒരു നെസസറി ബീയിങ്ങിലേക്ക്. അതിൻ്റെ പുറത്ത് എന്നുള്ളൊരു സാധനം എക്സിസ്റ്റ് ചെയ്യില്ല. ഒരു ലോകത്തും ഒരു പോസിബിൾ വേൾഡിലും എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പം ഒംനിപൊട്ടൻസിൻ്റെ ഡെഫിനിഷൻ തന്നെ എന്താണ്? പോസിബിളായ എല്ലാ കാര്യങ്ങളും ആക്ച്വലൈസ് ചെയ്യാനുള്ള കഴിവ് എന്നുള്ളതാണ്. ആൻഡ് അത് നെസസറി ബീയിങ്ങിനെ ഒബ്വിയസ്ലി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഈ കണ്ടിജൻസി ആർഗ്യൂ വഴി തന്നെ എത്താൻ കഴിയും. അപ്പം രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നെസസറി ബീയിങ് ഒന്നാണ് എന്നുള്ളതാണ്. ഇതിനും പല റീസൺസ് നമുക്ക് പറയാൻ കഴിയും. വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത് ഇപ്പം ഖുറാനിൽ പറഞ്ഞതുപോലെ ആകാശഭൂമികൾ സൃഷ്ടിച്ചത് എന്താണ്? ഒന്നിലധികം ദൈവങ്ങളായിരുന്നുവെങ്കിൽ ഈ യൂണിഫോമിറ്റി നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. മൊത്തത്തിലൊരു കയോട്ടിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ പ്രപഞ്ചത്തും കാണുക എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായി വരുന്നൊരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഐക്യകണ്ഠേന ഒന്നിച്ചിട്ട് എടുക്കുന്ന തീരുമാനമാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രിമൈസ് എടുക്കുമ്പം അതിൻ്റെ ഇൻട്രൻസിക് പ്രോബബിലിറ്റി ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും റാഷണലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ യൂണിഫോമിറ്റിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാത്തിൻ്റെയും എല്ലാ നിയമങ്ങളും വളരെ യൂണിഫോമായിട്ട് നടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളിത് എന്താണ് പോസ്റ്റീരിയർ ആയിട്ടാണ് ഈ ആർഗ്യുമെൻറ്റ് റൺ ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ബൈക്ക് കണ്ടിട്ടാണ് ഷാഹുൽ വീട്ടിലില്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ഷാഹുൽ എന്തുകൊണ്ട് പോയില്ല എന്നുള്ളൊരു വിഷയം അവിടെ ഉണ്ട്. അപ്പം ഷാഹുൽ എന്തുകൊണ്ട് ഓഫീസിൽ പോയിട്ടില്ല എന്നുള്ള കാരണം നമുക്കറിയില്ല. അപ്പോൾ ഇതേപോലെ നെസസറി ബീയിങ് ഉണ്ട് എങ്കിൽ അത് എന്തുകൊണ്ട് നെസസറി ആവുക എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട്. അപ്പം ഡേവിഡ് ഹ്യൂമിനെ പോലുള്ള ഫിലോസഫേഴ്സൊക്കെ പറയുന്നത് എന്താണ്, നെസസറി ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവുക എന്നുള്ളത് സാധ്യമല്ല. അത് കാരണം ഏതൊരു കാര്യവും നമുക്ക് ഇല്ലാതിരിക്കുക എന്നുള്ളത് പോസിബിളാണ്. അപ്പം ഒന്നും ഇല്ലാതിരിക്കുക എന്നുള്ളത് പോസിബിളാണ് എന്നുള്ളത് ഒരു വ്യൂ ബേസിക്കലി പറയാറുണ്ട്. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, പക്ഷേ കണ്ടിജൻസി ആർഗ്യുമെൻറ്റിലൂടെ ഒരു നെസസറി കോൺക്രീറ്റ് ബീയിങ് ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇതിനൊരു എന്ത് എക്സ്പ്ലനേഷൻ ഉണ്ട്? ഇത് നമ്മളിവിടെ ബൈക്കില്ല എന്നുള്ള റീസണാണ് കണ്ടെത്തിയത്. അതിൻ്റെ ബേസിസിലാണ് അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ എന്തുകൊണ്ട് പോയില്ല എന്നുള്ളതിന്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നെസസറി ആവുന്നു എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവാം. അപ്പം ആ എക്സ്പ്ലനേഷൻ ഇല്ലാത്തത് കൊണ്ട് എന്താണ് നെസസറി ബീയിങ് ഇല്ല എന്നുള്ളൊരു കൗണ്ടർ വരെ ഇതിന് വരാറുണ്ട്. പക്ഷെ നമുക്കത് നമുക്ക് അനുകൂലമായിട്ട് മാറ്റാം എന്നുള്ളതാണ്. അതായത് ഇപ്പം ട്രൂത്ത് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് പോസിബിളാണോ? പോസിബിൾ അല്ല, ഇമ്പോസിബിൾ ആണ്. ഒരു ട്രൂത്തും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പം അതൊരു ട്രൂത്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് കോൺട്രഡിക്ഷനാണ്. അത് ഒരു ട്രൂത്ത് എക്സിസ്റ്റ് ചെയ്യാനില്ല എന്ന് പറയുന്നത് ഒരു ട്രൂത്താണ്. അപ്പോൾ ആ ട്രൂത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ട്രൂത്ത് എക്സിസ്റ്റ് ഇല്ല എന്നുള്ള ട്രൂത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ അപ്പം ഒരു ട്രൂത്ത് എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് തന്നെ ഒരു കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ദർ ഈസ് ലൈക്ക് അതേപോലെ ഈ പറയുന്ന പ്രപ്പോസിഷൻസ്, പ്രപ്പോസിഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സം പ്രപ്പോസിഷൻസ് എന്താണെങ്കിലും എക്സിസ്റ്റ് ചെയ്യും. ഇപ്പം 1+ ഈ പറയുന്ന നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ പ്രപ്പോസിഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ബേസിക്കലി 3 വ്യൂസാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെയിൻലി ഉള്ളത്. ഒന്ന് നോമിനലിസമാണ്, ഇതൊന്നും ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വ്യൂവ്. രണ്ടാമത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് പ്ലാറ്റോണിസമാണ്. മറ്റൊന്ന് ഡിവൈൻ കൺസെപ്ഷണലിസമാണ്. ഈ 3 ഓപ്ഷൻസാണ് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് എന്തൊക്കെയാണത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഒന്ന് ബേസിക്കലി പറയുന്നത് ഈ പറയുന്ന നമ്പേഴ്സ്, പ്രൊപ്പോസിഷൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു വ്യൂ. പിന്നെ പ്ലാറ്റോണിസം പറയുന്നത് ഇതെല്ലാം ഉണ്ട്, പക്ഷെ അതൊക്കെ അബ്സ്ട്രാക്റ്റ് ആണ്, കോൺക്രീറ്റ് അല്ല, കോസൽ പവർ ഇല്ല. പിന്നെ ഉള്ളത് ഡിവൈൻ കൺസെപ്ഷൻസ് ആണ്. അതായത് ഈ പ്രൊപ്പോസിഷൻസ് എല്ലാം ഗോഡിൻ്റെ മൈൻഡിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പം സ്വാഭാവികമായും നമ്മൾ ഓൾറെഡി എന്ത് തെളിയിച്ചു? നെസസറി കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ തെളിയിച്ചു. അപ്പം നോമിനലിസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ എന്തുകൊണ്ടാണ് നെസസറി കോൺക്രീറ്റ് ബീയിങ് ഉള്ളത് എന്ന് നമുക്ക് കാരണം പറയാൻ കഴിയില്ല.
ഓക്കെ, നമ്മൾ അഗെയിൻ ശ്രദ്ധിക്കുക, നമ്മൾ ബൈക്ക് ഉണ്ട് എന്നതിൽ നിന്നാണ് ഷാഹുൽ വീട്ടുണ്ട് നമ്മൾ മനസ്സിലായത്. ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് ഷാഹുൽ ഓഫീസിൽ പോകാത്തതിൻ്റെ കാരണം എന്താണ്, ഇന്ന് ഞായറാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ, ആ ഓപ്ഷനാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, അത് പരിശോധിക്കുമ്പോൾ നമ്മളെടുത്ത് എന്താണ്, അതായത് നമ്മളെടുത്തുള്ളൊരു അവൈലബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നെസസറി എക്സിസ്റ്റ് ചെയ്യുന്ന അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ അബ്സ്ട്രാക്റ്റ് ഒബ്ജക്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 വ്യൂ ഉണ്ട്. അതിൽ നോമിനൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നെസസറി കോൺക്രീറ്റ് ബീങ് ഉള്ളത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അബ്സ്ട്രാക്റ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കഴിയില്ല, കാരണം അബ്സ്ട്രാക്റ്റ് കോൺക്രീറ്റ് ആയിട്ടുള്ള ഉണ്ട് എന്നാണ് നമ്മൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഡിവൈൻ കൺസെപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ബീയിങ് നെസസറി എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഡിവൈൻ ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻ്റലക്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഒരു വില്ലുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബീയിങ് ഉണ്ട്, നെസസറി ആയിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളിടത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതിലും ഈ പറഞ്ഞ ആൾ പവർഫുൾ, ആൾ നോവിങ് എന്നുള്ള കമ്പോണൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് ഗോഡ് ബൈ ഡെഫിനിഷൻ. സോ കണ്ടിജൻസി ആർഗ്യുമെൻറ്റ് വളരെ ലളിതമായിട്ട് തന്നെ, അല്ലെങ്കിൽ യുക്തിപരമായിട്ട് തന്നെ, നമ്മൾ ഈ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഫറൻസുകൾ അല്ലെങ്കിൽ സയൻറ്റിഫിക് റീസണിങ്, PSR, അതിനെ തേടിയിട്ടുള്ള അന്വേഷണങ്ങൾ, ഈ പറഞ്ഞ യുക്തി, റാഷണലിസം, ഇങ്ങനെ ഈ പറഞ്ഞ ഏറ്റവും റാഷണലായിട്ടുള്ള എല്ലാ മെത്തേഡുകളും യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഗോഡിലോട്ട് യുക്തിപരമായി എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് കണ്ടിജൻസി ആർഗ്യുമെൻറ്റിൻ്റെ ഒരു ഗുണം, അല്ലേ? അതെ. പിന്നെ വരുന്നൊരു റീസണിങ് എന്ന് പറയുന്നത് ആർബിട്രറി ലിമിറ്റ്സ് വെച്ചിട്ടുള്ള ആർഗ്യുമെൻ്റാണ്. ആർബിട്രറി ലിമിറ്റ്സ് ബേസിക്കലി പറയുന്നത് വെച്ചാൽ ഈ നെസസറി ബീയിങ്ങിന് ആർബിട്രറി ആയിട്ടുള്ള ലിമിറ്റ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് 2 രീതിയിൽ ഈ ആർഗ്യുമെൻറ്റ് റൺ ചെയ്യാറുണ്ട്. ഒന്ന് സ്ട്രോങ്ങർ വേർഷൻ ഉണ്ട്, നെസസറി ബീയിങ്ങിന് ആർബിട്രറി ലിമിറ്റ്സ് ഉണ്ടാവില്ല എന്നുള്ളൊരു സ്ട്രോങ്ങർ പൊസിഷൻ. മറ്റൊരു കുറച്ചുകൂടി മോഡസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഈ നെസസറി ബീയിങ്ങിന് മാക്സിമം നമുക്ക് കഴിയുന്നത്ര ആർബിട്രറി ലിമിറ്റ്സ് ഇല്ലാത്തതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, മാക്സിമം ആസ് മച്ച് എസ് പോസിബിൾ. അതിനാണ് ഹയർ പ്രോബബിലിറ്റി ഉള്ളത് എന്നുള്ളതാണ്. അപ്പം കാരണം എന്താണ്, ഇപ്പോൾ നമ്മളൊരു നിയമം ഉണ്ട്, ഒരു സയൻസിലൊരു നിയമം ഉണ്ടെങ്കിൽ അത് എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അൺലെസ് വി ഒബ്സർവ് ചെയ്ത് നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, മറിച്ചാണ് ചിന്തിക്കേണ്ടത്. അത് ഗോഡ് ഓൾ നോയിങ് ആണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അൺലെസ് വി ഹാവ് എ റീസൺ. അതാണ് റാഷണൽ ആയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ചില കൗണ്ടേഴ്സ് ബേസിക്കലി പറയാറുള്ളത് ഒരു ബീയിങ് അല്ലേ ഉള്ളൂ, 2 ബീയിങ് ഇല്ലല്ലോ, അതല്ലെങ്കിൽ 3 ബീയിങ് ഇല്ലല്ലോ, അപ്പോൾ 1 എന്നുള്ളത് ആർബിട്രറി അല്ലേ എന്നുള്ളത്. 1 എന്നുള്ളത് ആർബിട്രറി അല്ല. 1 എന്നുള്ള ആർബിട്രറി അല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നിലധികം ഓൾ പവർഫുൾ ആയിട്ടുള്ള ബീയിങ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അവിടെ ഒരു കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റ് വരും. ലൈക്ക് ഒരു ബീയിങ് വിചാരിക്കുകയാണ് എന്താണ്, ഒരു എച്ച് ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കുകയാണ്, വേറൊരു ബീയിങ് എച്ച് ക്രിയേറ്റ് ചെയ്യരുത് എന്ന് വിചാരിക്കുകയാണ്. സ്വാഭാവികമായും അവിടെ എന്ത് ചെയ്യും, വില്ലുകൾക്കിടയിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അത് ഇമ്പോസിബിൾ ആണ്. ഓക്കെ, അപ്പം ഈ ആർഗ്യുമെൻറ്റ് ഒരാൾ പറയണം അങ്ങനെയല്ല, അവർ പരസ്പരം സമ്മതത്തോടെ ചെയ്യുന്ന എനിക്ക് ഒരാൾക്ക് പറയാം. പക്ഷേ എന്താ വെച്ചാൽ ഈ ആർഗ്യുമെൻറ്റ് വർക്ക് ആവണമെന്നില്ല. ഇതാണ് എൻ്റെ പ്രത്യേകത. ഈ ആർഗ്യുമെൻറ്റ് നമ്മൾ തെളിയിക്കാൻ ശ്രമിക്കുന്നത് എന്താ, ഒരു ബീയിങ് ഉണ്ട് എന്നുള്ളതല്ല, 1 ആർബിട്രറി അല്ല നമ്മൾ തെളിയിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം 2നും 3നും 4നും ഒക്കെ ഈ ആർഗ്യുമെൻറ്റ് പറ്റി യാതൊരു ബന്ധമില്ല. അത് ഈ ആർഗ്യുമെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് 2നെയും 3നെയും 4നെയും 5നെയും ഒന്നും ബാധിക്കില്ല. പക്ഷേ ഈ ആർഗ്യുമെൻറ്റ് ശരിയായാൽ 1 എന്നുള്ളത് ഉറപ്പാണ്. ഈ ആർഗ്യുമെൻറ്റ് ശരിയല്ല എന്നുള്ളതെങ്കിൽ പിന്നെ എന്ത് ഓപ്ഷനും ആവാം. അപ്പോൾ 1 എന്നുള്ളത് ആർബിട്രറി അല്ല, ഈ ആർഗ്യുമെൻറ്റിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, ആർഗ്യുമെൻറ്റിൽ നിന്ന് നമ്മൾ എത്തുന്ന റിസൾട്ടാണ്. ഈ ആർഗ്യുമെൻറ്റ് എന്നുള്ള ആർബിട്രറി അല്ല. ഈ ആർഗ്യുമെൻറ്റ് ശരിയാണെങ്കിൽ, ഓക്കെ, ശരിയാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ഇവിടെ ആവശ്യമില്ല. ഈ ആർഗ്യുമെൻറ്റ് ശരിയാണെങ്കിൽ 1 ആയിരിക്കും, ശരിയല്ലെങ്കിൽ 1 അല്ലാത്ത വേറെ നമ്പർ ആയിരിക്കും. അപ്പോൾ 2ഉം 3ഉം എന്താണ്, ആർബിട്രറി ആണ്. ഓക്കെ, 2 ദൈവമല്ലാതെ, കാരണം ഈ ആർഗ്യുമെൻറ്റ് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒക്കെ തന്നെ എന്താണ്, ഈ 2നെയും 3നെയും ബാധിക്കില്ല. കാരണം ഈ ആർഗ്യുമെൻറ്റ് ശരിയാണെങ്കിൽ 2ഉം 3ഉം രണ്ടും പോസിബിൾ അല്ല. ഈ ആർഗ്യുമെൻറ്റ് ശരിയാണെങ്കിൽ 2ഉം 3ഉം രണ്ടും പോസിബിൾ ആണ്. പക്ഷെ 1ൻ്റെ കാര്യം അങ്ങനെയല്ല, അതിനൊരു കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ട് സംഭവിക്കാനുള്ള, അല്ലെങ്കിൽ അതൊരു റിസൾട്ടായിട്ട് വരികയാണ്. അത് ആർബിട്രറി അല്ല, 1 എന്നുള്ളത് ആർബിട്രറി അല്ല. പിന്നെ പറയുന്നൊരു ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ ഗോഡിന് എന്താണ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണുള്ളത് എന്നുള്ളത്. ഇതും ഫൈനൈറ്റും ആർബിട്രറിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നുള്ള. ഒന്ന്, ഗോഡിന് ഫൈനൈറ്റ് നമ്പർ ആണോ ആട്രിബ്യൂട്ട്സ് ആണോ ഉള്ളത് എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഇനി ആണെന്ന് സംഭവിച്ചാൽ പോലും ഫൈനൈറ്റും ആർബിട്രറിയും തമ്മിൽ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഈ ലോകത്ത് ആകെ 10 ഫാക്റ്റുകളുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഗോഡിന് 10 ഫാക്റ്റും അറിയാമെങ്കിൽ അവിടെ ആർബിട്രറി ലിമിറ്റ്സ് ഇല്ല.
കാരണം ആൾ നോയിങ് എന്നുള്ള ഓൾ നോയിങ് എന്നുള്ളതിൽ നോ ആർബിട്രറി ലിമിറ്റ്സ്. യെസ് 10 ഉണ്ടായിട്ട് 9 അറിയുമ്പോഴാണ് ആർബിട്രറി ലിമിറ്റ് വരിക. അതെ അതെ. അതേപോലെ ഇൻഫിനിറ്റ് ആണെങ്കിൽ ആർബിട്രറി ലിമിറ്റ് ഇല്ല എന്ന് അർത്ഥമല്ല. ലെറ്റ്സ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കാര്യങ്ങൾ ഗോഡിന് അറിയാം, പക്ഷെ ഒരു കാര്യം അറിഞ്ഞൂടാ, ഒന്ന് വെച്ച് ബാക്കിയെല്ലാം ഇൻഫിനിറ്റ് അറിയാം. അതുകൊണ്ട് ആർബിട്രറി ലിമിറ്റ് ഇല്ലാണ്ടാവുന്നില്ല. അപ്പോൾ ഇൻഫിനിറ്റി ആണ് എന്നതുകൊണ്ട് ആർബിട്രറി ലിമിറ്റ് ഇല്ലാന്നും വരുന്നില്ല, ഫൈനറ്റ് ആണെന്നുകൊണ്ട് ആർബിട്രറി ലിമിറ്റ് ഉണ്ടെന്നും വരില്ല. ഓക്കെ, അപ്പം സ്വാഭാവികമായും പെർഫെക്ഷൻ ഉണ്ടാക്കുന്ന ആട്രിബ്യൂട്ട്സിൻ്റെ എണ്ണം ഫൈനറ്റ് ആണെങ്കിൽ ഗോഡിന് ഫൈനറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, എല്ലാ പെർഫെക്ഷൻ ഉണ്ടാക്കുന്ന ആട്രിബ്യൂട്ട്സും ഗോഡിന് ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഗ്രേറ്റ് മേക്കിംഗ് പ്രോപ്പർട്ടീസ് അവിടെ സംഭവിക്കുന്നത് എല്ലാ ആട്രിബ്യൂട്ട്സും ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ലിമിറ്റ് ഉണ്ടാവുകയല്ലേ, ലിമിറ്റ് ഇല്ലാതെ ആവുകയാണ്. സോ ഞാൻ പറയുന്നത് 10 ഫാക്ട്സേ ഉള്ളൂ എങ്കിൽ അവിടെ എല്ലാം അറിയാമെന്നുള്ളത് ആർബിട്രറി ലിമിറ്റ് അല്ല, പക്ഷേ ഇവൻതോ അത് 10 ഫാക്ടിൻ്റെ നോളജ് ആണെങ്കിൽ പോലും. സോ നമ്മൾ കണ്ടിജൻസി ആർഗ്യുമെൻ്റ് അനുസരിച്ച് തന്നെ ഒരു നെസസറി ആയിട്ടുള്ള എക്സിസ്റ്റൻസിലോട്ട് എത്തി. ആ എക്സിസ്റ്റൻസ് എന്തുകൊണ്ട് കോൺഷ്യസ് ആവണം എന്നുള്ളത് യുക്തിപരമായിട്ട് തന്നെ സമർത്ഥിച്ചു. അതിന് ഫിലോസഫിക്കലായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ കോൺഷ്യസ് ആയ വില്ലുള്ള ആൾ പവർഫുൾ ആൻഡ് ആൾ നോയിങ് ആയിട്ടുള്ള ഒരു വൺ നെസസറി ക്രിയേറ്റർ ഉണ്ട് എന്നുള്ളത് യുക്തിപരമായിട്ട് നമ്മൾക്ക് ആപ്രിയോറി ആയിട്ട് അറിയുന്ന കാര്യമാണ്. അത് തന്നെ യുക്തിപരമായി ഫിലോസഫിക്കലായി സയൻറ്റിഫിക് മെത്തേഡുകൾ വഴി തന്നെ നമ്മൾ എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും യുക്തിപരമായി ഫിലോസഫിക്കലായി റാഷണലായി ഈ രംഗത്ത് കാര്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് എ ഗോഡ്, ദർ ഈസ് എ ക്രിയേറ്റർ എന്നുള്ള ഐഡിയയിലേക്കാണ് ഇത് എത്തുന്നത് എന്നുള്ളതാണ് ആത്യന്തികമായി ഈ ആർഗ്യുമെൻറ്റിലൂടെ നമ്മൾ തെളിയിച്ചത്.